അമ്പലത്തിന്റെ പണി തുടങ്ങിയിട്ട് ഇനിയിപ്പോ എന്താ ചെയ്യാന്നാ ഞാൻ ആലോചിക്കുന്നത്. ഇനിയും കാശ് ചോദിക്കാന്ന് വെച്ചാ അതും ശരിയല്ല. ആ, അദ്ദേഹം എത്തിയല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. നമസ്കാരം. നമസ്കാരം മുതലാളി. വരും മുതലാളി. ഹേയ് ദാസപ്പ എന്തായി കാണിക്കുന്നത്? ബഹുമാനൊക്കെ മനസ്സിൽ വെച്ചാ പോരെ. നമസ്കാരം. നമസ്കാരം എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഇരിക്കുക. ചെന്താമരേ വരുന്നച്ചാ. വെള്ളം അങ്ങനെ നിങ്ങൾ എന്നെ വിളിപ്പിച്ചിട്ട് ഇങ്ങനെ മിണ്ടായിരുന്നില്ല. എങ്ങനെ? ക്ഷേത്രം പണി തുടങ്ങിയതായിരുന്നു, തീർക്കാൻ പറ്റാതെ ഇതിപ്പോ അങ്ങനെ നിൽക്കുക. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും മുതലാളിക്ക് അറിയാവുന്നതല്ലേ. പണ്ടത്തെ പോലെ ഞങ്ങളെ ആരും പരിപാടിക്ക് വിളിക്കുന്നു പോലുമില്ല. അന്ന് ഞാൻ പറഞ്ഞല്ലേ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതിയെന്ന്. ഇതിനു മുമ്പ് ഞങ്ങൾക്ക് വേണ്ടി സ്കൂളും ബാത്റൂമും ഒക്കെ കെട്ടിത്തന്നത് നിങ്ങളാണല്ലോ. പിന്നെയും ഒന്നും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയാ. എന്താ ഇത്? ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞിട്ടാണോ ഞാനൊക്കെ ചെയ്യുന്നത്? എത്രയും പെട്ടെന്ന് ഈ അമ്പലത്തിന്റെ പണി പൂർത്തിയാക്കണം, അത്രയല്ലേ ഉള്ളൂ. നമ്മുടെ ജോത്സ്യരെ കണ്ട് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് പണി ആരംഭിക്കാൻ നോക്ക്. ശരി മുതലാളി. മുതലാളി, കുറച്ചു മുന്നേ വീട്ടിൽ കൊച്ചമ്മ തല കറങ്ങി വീണു. ഡോക്ടർ വന്നിട്ടുണ്ട്. മുതലാളിയോട് വേഗം അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ക്ഷേത്രം പണിതു തരാന്ന് അങ്ങിപ്പോ പറഞ്ഞതല്ലേ ഉള്ളൂ. എല്ലാം മംഗളമായിട്ട് തന്നെ നടക്കും. ശക്തിയുള്ള ദൈവ. ശരി, എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. ശരിയല്ല. ശരി മുതലാളി. വലിയ മനസ്സുള്ളവനല്ലേ. അതെ അതെ. ഡ്രൈവറെ, വണ്ടി ഒന്ന് നിർത്തിക്കേ. നമസ്കാരം മുതലാളി. നമസ്കാരം. നമസ്കാരം. എന്താ സുഖല്ലേ? സുഖമായിരിക്കുന്നു. ആ വഴിക്കൊക്കെ നിന്നെ കണ്ടിട്ട് കുറെ ആയല്ലോ. കുഞ്ഞ് ജനിച്ചിട്ടും നീ പറഞ്ഞതില്ല. മുതലാളിയെ കാണാൻ 2-3 തവണ വീട്ടിൽ വന്നിരുന്നു. എന്നിട്ട് വീട്ടിൽ കയറാൻ ആരും സമ്മതിച്ചില്ല. ഓ, മുതലാളിയെ കൊണ്ട് എന്റെ മോന് പേരിടണം. അത് ശരി. ഓ, കുഞ്ഞിനെ കാണാൻ നല്ല തങ്കക്കുടം പോലെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പിന്നെ തങ്കരാജ് എന്ന് പേരിടാം. എന്താ? സന്തോഷമായി നമ്മൾ പിടിക്കേ. തങ്കരാജ് എന്ന് പേര് വെച്ചാൽ മാത്രം മതിയോ? ഒരു തങ്കം കൂടി ഇടണ്ടേ? മാമൻ വന്നു. വാ വാ മാമ, ഇന്നെന്റെ പിറന്നാളാ. ആണോ? ഒരു മിനിറ്റ്. തെരുവിലുള്ള ആളുകൾക്കൊക്കെ സ്വർണ്ണമാലയും ഊരി കൊടുത്താ കുടുംബത്തിലുള്ള മറ്റുള്ളവർക്ക് പിന്നെ എന്താ ഊരി കൊടുക്കാനുണ്ടാവുക? ഇറങ്ങട്ടെ. പോയിട്ട് വരൂ. ഞാൻ വരട്ടെ. ഞാൻ ഇറങ്ങുവാ. ശരി, പോയിട്ടോ. അമ്മേ വരുവാണേ. ശരി, പോയി കളിച്ചോ. അങ്ങനെ നമസ്കാരം. എന്താ പറ്റിയത്? ഭക്ഷണത്തിൽ എന്തോ പറ്റിയതാ, അല്ലാതെ വേറൊന്നും അല്ല. ഇപ്പൊ കിടക്കുവാ. ആഹാരം പിടിക്കാഞ്ഞിട്ടുള്ള ഛർദില, അല്ലാതെ വേറൊന്നും അല്ല. അന്നേ തിരുമേനി പറഞ്ഞതാ ഇവളെ കല്യാണം കഴിച്ചാൽ സന്താന ഭാഗ്യം ഉണ്ടാവില്ലെന്ന്. ഇവൻ കേട്ടില്ലല്ലോ. കേട്ടിയാൽ ഇവളെ മാത്രമേ കേട്ടുള്ളൂ എന്ന് പറഞ്ഞ ഒറ്റ വാശിയായിരുന്നു അന്ന്. ഇപ്പൊ എന്തായി? എന്തോന്നാ ഒച്ചയൊക്കെ കൂടുന്നല്ലോ. വെറുതെ ആവശ്യമില്ലാത്ത വർത്താനൊന്നും പറയണ്ട. കൊച്ചു ജനിക്കുമ്പോ അങ്ങ് ജനിക്കും. കോളനിയിലൊക്കെ പോയി വന്നിട്ടേ കാല് കഴുകാതെ അകത്ത് കയറുന്നത് ശരിയല്ല. എത്രയൊക്കെ പറഞ്ഞാലും മണ്ടേ കയറില്ല. എന്താ ചെയ്യാ? 10 വർഷമായിട്ട് മൂപ്പർക്ക് ദേഷ്യം മാത്രമേ വരാറുള്ളൂ. കാര്യഗൗരവമൊന്നുമില്ല. ഇതെന്താ മുതലാളി കാർ ഓടിച്ചു പോകുന്നേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നെ എങ്ങനെ ശിക്ഷിക്കുന്നത്? ഞാൻ ഇഷ്ടപ്പെടുന്ന ഒന്നും എനിക്കൊരു സമാധാനവും തരുന്നില്ലല്ലോ.
ജോത്സ്യരെന്താ ഇവിടെ? അതായത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വന്നതാ. ഇപ്പൊ വേണ്ട, എന്തായാലും ഞാൻ കുറച്ച് തിരക്കില്ല. അല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യ. എങ്കിലും അകത്തേക്ക് വാ. എന്താ ജോത്സ്യരെ? നിങ്ങൾക്ക് അവകാശികൾ വരാൻ പോകുന്നു. പറയുന്നത് നേരാണോ? അതിന് ഒരു പരിഹാരക്രിയ ചെയ്യണം. നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന ആദ്യത്തെ കുഞ്ഞ് നിങ്ങളുടെ ഭാര്യയുടേതായിരിക്കില്ല. എന്താ ഈ പറയുന്നത്? മറ്റൊരു സ്ത്രീയിൽ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായാലേ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു അമ്മയാകാനുള്ള ഭാഗ്യം ഉണ്ടാവും. അപ്പൊ ഞാൻ തെറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്? അതിന്റെ അർത്ഥം അങ്ങനെയല്ല. നിങ്ങളുടെ പഴയ തലമുറ ചെയ്ത പാവ. നിങ്ങളുടെ മുത്തച്ഛൻ സമ്പത്ത് മുഴുവനും എന്റെ പേരക്കുഞ്ഞിനാണെന്ന് എഴുതി വെക്കാതിരുന്നെങ്കിൽ ഇന്ന് ഈ അവസ്ഥ നിങ്ങൾക്ക് വരില്ല. ശവശരീരം കൊത്തി തിന്നാൻ കഴുകന്മാര് കാത്തു നിൽക്കുന്ന പോലെ നിങ്ങളുടെ സ്വത്ത് അപഹരിക്കാൻ ബന്ധുക്കൾ കാത്തു നിൽക്കുക. നിങ്ങളുടെ കുട്ടികളല്ലാതെ വേറെ ആരെങ്കിലും അവകാശികളായിട്ട് വന്നാൽ നിങ്ങളെ വിശ്വസിച്ച് നിൽക്കുന്ന ആ പാവപ്പെട്ട ജനങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ശരി, പോയിട്ട് വരും. ഒരു കുഞ്ഞുണ്ടാകണമെങ്കിൽ കല്യാണം തന്നെ കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതൊന്നും ഞാൻ പറഞ്ഞതിന്റെ കാര്യമില്ലല്ലോ. അങ്ങനെ അങ്ങയുടെ മനസ്സിലെ വിഷമം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങളുടെ വേദന എന്തെന്ന് അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. പ്രായത്തിൽ വളരെ ചെറുതാണെങ്കിലും ജോത്സ്യർ പറയുന്ന കേട്ടിട്ട് തെറ്റാണെന്ന് തോന്നുന്നില്ല. അങ്ങ് ശരിക്കൊന്ന് ആലോചിക്കണം. ഞാൻ ചന്താമരെ, നമ്മൾ വിചാരിക്കും പോലൊക്കെ നടക്കണമെങ്കിൽ ഈ ഒരു ജന്മം മതിയാവില്ല. മുത്തച്ഛൻ ചെയ്ത പാവങ്ങളൊക്കെ ഞാൻ അനുഭവിച്ചല്ലേ മതിയാവുള്ളൂ. നീ ഇവിടുന്ന് പോയിക്കോ. അങ്ങനെ ഞങ്ങളെ പോലുള്ളവർക്ക് അങ്ങ് തമ്പുരാനാണ്. തലമുറയുള്ള ക്ഷേത്രങ്ങളിൽ അങ്ങ് ചെയ്യുന്ന പൂജകളെക്കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങയുടെ അഭിമാനത്തിന് കോട്ടം വരാത്ത രീതിയിൽ ഞാൻ രഹസ്യമായി സൂക്ഷിക്കാം. ചന്താമരെ, അല്ലെങ്കിൽ ഒരുപാട് വിഷമമുണ്ട് എനിക്ക്. നീ നന്നായി ജീവിക്കണമെന്ന് മാത്രം എൻ്റെ ആഗ്രഹം. ദയവ് ചെയ്ത് ഇവിടുന്ന് പോകൂ. അങ്ങനെയൊന്നും പറയരുത്. എന്താ? നമ്മുടെ മുതലാളിക്ക് കുഞ്ഞ് ജനിക്കാൻ പോകുന്നു. മുതലാളി പറഞ്ഞതുപോലെ ഇന്നു മുതൽ 10 ദിവസത്തേക്ക് ആരും വീട്ടിൽ ആഹാരം ഉണ്ടാക്കേണ്ടതില്ല. അമ്പലത്തിനടുത്തുള്ള അന്നദാന മണ്ഡപത്തിൽ എന്നും ആഘോഷങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. 3 നേരവും വിഭവസമൃദ്ധമായ ഭക്ഷണം. എല്ലാവരും വന്ന് പങ്കെടുക്കേണ്ടതാണ്. ഇത് നമ്മുടെ മുതലാളിയുടെ ഉത്തരവാണ്. അയോധ്യയിൽ ഇതാ ഒരു സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ്. മഹാരാജാവിന് പുത്രന്മാരുണ്ടാകാൻ പോകുന്നു എന്ന് അറിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് നാട് മുഴുവനും എല്ലാവരും എന്നും സന്തോഷത്തോടെ ആഘോഷിക്കണമെന്നാണ് രാജാവ് ഉത്തരവ് നൽകിയിരിക്കുന്നത്. നാടും നഗരവും സന്തോഷത്തിൽ ആറാടണമെന്നാണ് നമ്മുടെ മഹാനായ രാജാവ് ഉത്തരവിട്ടിരിക്കുന്നത്. ആഘോഷിപ്പിൻ. അങ്ങനെ ഈ സമയത്ത് എന്തിനാണ് അങ്ങനെ ഇവിടെ വന്നേ? ഈ സമയത്ത് അവിടെയല്ലേ ഉണ്ടാവേണ്ടത്? അത് എന്റെ മനസ്സാക്ഷി ഇങ്ങോട്ട് വരാതിരിക്കാൻ അനുവദിക്കുന്നില്ല. നിനക്ക് വേണ്ടി ഇതുവരെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. പക്ഷെ നീ അങ്ങനെ എന്തിനാ ഇത്രയും വലിയ വാക്കുകളൊക്കെ സംസാരിക്കുന്നത്? എന്റെ കുടുംബത്തിന്റെ മാനം കാത്ത പുണ്യവതിയാണ് നീ. നിനക്ക് വേണ്ടി എന്തെങ്കിലും ഞാൻ ചെയ്യണ്ടേ? നിനക്ക് എന്താ വേണ്ടത് പറയൂ. നമ്മുടെ കുഞ്ഞിന്റെ മേലെ ഞാൻ സത്യം ചെയ്യുന്നു. എന്ത് വരം വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ. ഞാനത് തരുമെന്ന് നിനക്കിതാ വാക്ക് തരുന്നു.
നാടോടി ചേട്ടാ, നിങ്ങളുടെ മോൾക്ക് ആൺകുഞ്ഞി പിറന്നു. അയ്യോ ഡോക്ടർ പെട്ടെന്ന് വരൂ. എന്റെ ഭഗവാനെ, കൊച്ചിന്റെ തന്ത ആരാന്നറിയാതെ അവള് ഇട്ടേച്ചു പോയല്ലോ. കൊച്ചമ്മയ്ക്ക് ആൺകുഞ്ഞാ ജനിച്ചിരിക്കുന്നേ. എന്നോട് ക്ഷമിക്കണം. ഞാൻ ചെയ്തു കൂട്ടിയ പാവങ്ങൾക്ക് മറ്റൊരു മാർഗവുമില്ല. ഇന്നലെ തന്ന ഹോംവർക്ക് ഒക്കെ ചെയ്തു നീ? ആ ഞാനെല്ലാം എഴുതി തീർത്തു. ദേ ഇവനാണോ? അയ്യോ ഓടിക്കോ. വേണ്ട കണ്ണ, വിട്. വിടില്ല ഞാൻ. പറയുന്നത് കേൾക്ക്. കേൾക്കില്ല ഞാൻ. രക്ഷിക്കണേ, രക്ഷിക്കണേ. എന്തിനാണ് ആ പെണ്ണിനെ ഇങ്ങനെ ഓടിക്കുന്നത്? ഇവനൊക്കെ വേറെ പണിയില്ല. ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ, രക്ഷിക്കണേ. ഇനി നീ എങ്ങോട്ടോടും? ഞാൻ ഒന്ന് കാണട്ടെ. അടുത്ത് വരരുത്, അടുത്ത് വരരുത്. എന്നെ വിട്ടേക്ക് പ്ലീസ്. ഒന്നും ചെയ്യരുത് കണ്ണ പ്ലീസ്. നിന്നെ വെറുതെ വിടാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നേ, നിന്നെ പിടിച്ചോണ്ട് പോവാനാ. വിട്, വിട്, വിടാനല്ലേ പറഞ്ഞത്. വിട് കണ്ണ, വിട്. ഏയ് എവിടെ ഇങ്ങോട്ട് വാ. ഇവിടെ കൈ പിടിക്ക്. അനങ്ങാതെ കിടക്കടി. അടുത്തതാരാ? കാലമാടന്മാരെ ചോര ഊറ്റി കുടിക്കുന്ന ദുഷ്ടന്മാര്. എടാ നിന്നെയൊക്കെ ഞാനുണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാടാ നിന്നെയൊക്കെ. അയ്യോ അയ്യോ എന്താ പിള്ളേരെ, രാവിലെ തന്നെ ഓട്ടത്തിലാണോ? ചേട്ടാ രണ്ടാളും കൂടി എവിടേക്കാ? വാ ചേട്ടാ, ഇത്തിരി ബ്ലഡ് കൊടുത്തിട്ട് പോ. ബ്ലഡാ? അതേട്ടാ, അടിപൊളിയായിരിക്കും. എനിക്ക് പോയിട്ട് ഫിറ്റ് ചെയ്യാനുള്ളതാ. എടുക്കുന്ന സ്ഥലം. അങ്ങോട്ട് എനിക്ക് ഒരുപാട് തിരക്കുണ്ട്. ഒന്ന് വിടറാ. പിടിക്കേ. കാറ്റ് വാങ്ങ പോറേ കവിത വാങ്ങി വെറുവേ. ഇവിടെ നിന്നേ, കംപ്രസിൽ കാറ്റിടാൻ പറഞ്ഞിട്ട് നീ എന്തിനാ പുറത്തേക്ക് പോയത്? മാരമണ്ടൻ. എന്ത് മരമണ്ടനാ? മണ്ടനല്ലടാ, ബുദ്ധിശാലി. നിനക്കൊന്നും മനസ്സിലായില്ല? എടാ തവിടെ, എന്റെ ക്യാരക്ടറെ നിനക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങോട്ട് വേടാ. ഇതാണ് എന്റെ ക്യാരക്ടർ, അത് നീ ആദ്യം മനസ്സിലാക്കിയോ? പോടാ പോടാ ഡീസലേ. നീ പോടാ പെട്രോളെ, നീ പോടാ. ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. ആരെയും കണ്ണിൽ പെടല്ലേ? ആരെങ്കിലും ആ ഓക്കെടാ, ആരുമില്ലട്ടാ. നാട്ടിലെത്തണ വരെ ആരും എന്നെ കാണാണ്ടിരുന്നാ മതിയായിരുന്നു കേട്ടാ. ആ ബാഗ് ഇത് വെച്ച് മറച്ചു പിടിക്കുക, എന്നിട്ട് അങ്ങോട്ട് ഓട്ടാ. എടാ മോയെ, അതെ 10 വർഷമായിട്ട് നീ ഒരു ഡയറക്ടറാന്ന് പറയുന്നു. ഇതുവരെയായിട്ടും നിന്റെ മുഖം ഒരു സിനിമയിൽ കണ്ടിട്ടില്ലല്ലോ. അസിസ്റ്റന്റ് ഡയറക്ടർക്ക് അഭിനയിക്കാൻ പറ്റില്ല. അസിസ്റ്റന്റ് ഡോക്ടർ എന്ന് പറഞ്ഞ സൂചി കുത്തുന്ന ആളാ. അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ സംവിധായകന്റെ കൂടെ ഉണ്ടാവുന്ന വാലോളാ. അപ്പൊ ഒരു പടത്തിന് എത്ര ഡയറക്ടറാ? ഇന്നലെ ഒരു ഇന്റർവ്യൂല് കണ്ടതാ, ഡയറക്ടർ ശങ്കർ തനിയാണല്ലോ ഡയറക്ടർ ചെയ്യുന്നത്, കൂടെ വേറെ ആരുമില്ല. അതെ, 6 പാക്ക് ഉള്ളവർക്ക് 20 കോടി രൂപയ്ക്ക് ശമ്പളം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. എടാ എലുമ്പാ, നീ ആ ബേന്റിയും പോക്കടാ. ഒരു ക്വാർട്ടർ വാങ്ങി കൊടുത്താൽ മതി, 8 പാക്ക് വരും.
അഭിനയിക്കാൻ അറിയാത്തവരാ മസിൽ കാണിച്ച് നടക്കുന്നത്. ഞങ്ങൾ അഭിനയിക്കാതെ അഭിനയോ? അഭിനയം എന്താണെന്ന് വെച്ചാ ഞങ്ങളോട് ചോദിക്കി, ഞങ്ങൾ പറഞ്ഞു തരാലോ. എന്റെ മോനെ, എന്റെ ബന്ധത്തിലുള്ള ഒരുത്തം ചുറ്റിത്തിരി നടക്കണ്ട്. അവനൊന്ന് സിനിമാ ലോകത്തേക്ക് കയറ്റ്, ഒന്ന് ഓടി വരട്ടെ. നമ്മുടെ നാട്ടുകാരെ സുകുമാരൻ സിനിമയിലാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും എന്തിനാ അവനെ കളിയാക്കുന്നത്? ഒന്നുമില്ലേട്ടാ, വെറുതെ തമാശക്ക്. അതല്ല, നമ്മുടെ നാട്ടിലൊരു കക്കൂസ് വേണമെന്ന് നമ്മൾ അപേക്ഷ കൊടുത്തിരുന്നില്ലേ? അത് നമ്മുടെ കൗൺസിലർ ഓക്കെ ആക്കി തന്നിട്ടുണ്ട്. ഇതില് വേറെ എന്താ ഇനിയിപ്പോ? എടാ, ഞാൻ ഇത് പോയിട്ട് കത്തിച്ചിട്ട് വരാം. കട നോക്കണേ കേട്ടാ. ഏയ്, എവിടെ നിന്റെ ഓണർ? അതൊന്നും നിന്നോട് പറയാൻ പറ്റില്ല. പൊയ്ക്കോ അവിടുന്ന്. പറയൂ. എന്തിന്? കടയിലാരെയും കാണുന്നില്ലല്ലോ. രഘു വരുന്നടാ, അവനെ എങ്ങനെയും രക്ഷപ്പെടുത്തിയാ. മിണ്ടാതിരിക്കും. നമുക്ക് കിട്ടിയത് അവനെ കിട്ടട്ടെ. എന്താ ഇപ്പോ? കാടയും തുറന്നിട്ട് അവിടെ എന്താ പരിപാടി? കട ഇങ്ങനെയാണോ നോക്കുന്നത്? എന്തൊരു കൊതുകാണ് ഇവിടെ. ഒരു കൊതുക് തിരി കത്തിച്ച് വെക്കാൻ പറ്റില്ല നിനക്കൊക്കെ. ഒരു കട പോലും വൃത്തിയായി സൂക്ഷിക്കാൻ പറ്റില്ലാത്ത നാരികള്. അയ്യോ, കിട്ടിയത്. അയ്യോ, ഇങ്ങനെ വരാൻ കണ്ട സമയം. ഇവിടെ ഒന്ന് ജോലി ചെയ്യാതെ പിന്നെ എന്താണ് അവിടെ ചെയ്യണേ? എന്താടാ ഒളിച്ചു കളിക്കാന്നാ? എന്താടാ അവിടെ? ആ, നീയായിരുന്നാ? ഇന്ന് സ്കൂളിൽ പോയില്ലേ മോളെ? അയ്യോ, എന്താടാ അറിയാത്ത പോലെ നടിക്കുന്നത്? അതെ, സ്കൂളിൽ ഞാൻ ഒരു ദിവസം പോലും ലീവ് എടുത്തിട്ടില്ല. എന്നെ കൊണ്ട് ലീവ് എടുപ്പിച്ചില്ലേ? സൂചി എന്ന് വെച്ചാൽ എനിക്ക് എന്ത് പേടിയാണെന്നറിയോ? തൂക്കി എടുത്തോണ്ട് പോയി ബ്ലഡ് എടുത്തല്ലേ? ഇന്ന് നിന്റെ ഫുൾ ബ്ലഡ് എടുത്തില്ലെങ്കിൽ ഇന്ന് ഞാൻ വിട്ടേക്ക്. ക്ഷമിക്കാൻ ഞാൻ മാധവിയൊന്നും അല്ല. ഈ കണ്ണനെ ശരിയാക്കാൻ വന്ന കണ്ണകി. എവിടെ പോയാലും ഞാൻ നിന്നെ വിടാൻ പോകുന്നില്ല. എന്റെ പൊരി മൊത്തം പോയേ. രക്ഷപ്പെട്ടു. എന്തത്? വെപ്പുമുടിയല്ലേ? വാർമുടിയാണല്ലേ? എനിക്ക് മനസ്സിലായിട്ടാ. കണ്ണും കണ്ണും ഇടഞ്ഞല്ലോ ഈ മനസ്സെന്നും നിന്റേതല്ലേ, എൻ കണ്ണിലെന്നും നിൻ മുഖമല്ലേ പൊന്നേ. ചുട്ടി ചുട്ടി വരുമോ നീ അടി നിൻ മനസ്സിൽ ഞാൻ മാത്രം, നിൻ കണ്ണിലെന്നും എൻ മുഖം മാത്രമേ. ഇടനെഞ്ചിൻ താളം പോലെ വരുമോ നീ എൻ തണലായി, നീയൊന്നു വരുമോ പ്രിയനെ കാത്തിരുന്ന് മടുത്തല്ലോ. കണ്ണും കണ്ണും ഇടഞ്ഞല്ലോ ഈ മനസ്സെന്നും നിന്റേതല്ലേ, എൻ കണ്ണിലെന്നും നിൻ മുഖമല്ലേ പൊന്നേ.
നിന്നൊപ്പം ചേർന്ന് അടിയും പാടിയും ഉല്ലസിക്കാൻ എന്ത് രസമോ. നീയില്ലാത്തപ്പോ എൻ മനസ്സിൽ നിൻ ചിന്തകൾ മാത്രമല്ലോ. എടി കള്ളി ചെല്ലാമേ നിന്നിൽ ഞാനോ വട്ടായി പോയല്ലോടി. നീ എന്നും വന്നാൽ ഒന്നായി ചേർന്ന് ഉല്ലസിക്കാം വായോടി. എന്നെ ചുറ്റി ചുറ്റി വായോ നീ, കൈ കോർത്തൊന്ന് പിടിക്കാമോ. എൻ മുത്തേ ഒന്ന് വരുമോ, നിന്മാരൻ ഞാനല്ലേ. എൻ പ്രിയനേ എൻ പ്രിയനേ, നിൻ ചെല്ലമ്മ ഞാനല്ലേ. കണ്ണും കണ്ണും ഇടഞ്ഞല്ലോ ഈ മനസ്സെന്നും നിന്റേതല്ലേ. എൻ കണ്ണിലെന്നും നിൻ മുഖമല്ലേ പൊന്നേ. ചുറ്റി ചുറ്റി വരുമോ നീ, എടി നിൻ മനസ്സിൽ ഞാൻ മാത്രം. നിൻ കണ്ണിലെന്നും എൻ മുഖം മാത്രമേ. ഇടനെഞ്ചിൻ താളം പോലെ വരുമോ നീ എൻ തണലായി. നീ ഒന്ന് വരുമോ പ്രിയനെ, കാത്തിരുന്ന് മടുത്തല്ലോ. അമ്മേ എന്താ മോളെ ബോറടിക്കുന്നു. ഞാനും പൂ എടുത്തിട്ട് വരട്ടെ എന്ന്. നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ? ചെന്ന് പോയി അങ്ങനെയല്ല പഠിക്കാം. അമ്മ. സാരമില്ല, ഇന്നത്തേക്ക് പറഞ്ഞാൽ ഞാനും അനുസരണയില്ലാത്ത പെണ്ണ്. ശരി പോ. എന്റെ ഭഗവതിയേ. അമ്മ എന്താടി? എനിക്കൊരു ആഗ്രഹമുണ്ട്. പറയേ. നാടിന് മുഴുവൻ പൂ വെക്കുന്ന അമ്മ ഒരിക്കലും പൂ വെച്ച് കണ്ടിട്ടേ ഇല്ല. ആ ഭാഗ്യൊന്നും എനിക്കില്ലാതെ പോയില്ലേ. ഞാൻ നോക്കട്ടെ ഒന്ന്. ചെല്ലു മോളെ ചെല്ലു. ചേട്ടാ 250 രൂപ. ആ ഇന്നാ മോനെ. ആ ശരി ഏട്ടാ. അതെ 40 മുകളിൽ പോകരുതട്ടാ. ആയിക്കോട്ടെ മോനെ. എന്നാലേ മൈലേജ് കിട്ടൂ. കാരണം ആ അർജുന്റെ ആ പിറന്നാൾ ഫ്ലെക്സ് റെഡി ആയിട്ടുണ്ട്. നാളെ തന്നെ മതിയാവോ? അത് പറ്റില്ല, രാത്രി തന്നെ ഓടിക്കണം. അങ്ങനെയാണ്. എന്നാ റെഡിയാക്കാം നമുക്ക് കേട്ടാ. ആ ശരി ഓക്കേടാ. പൂവ് പൂ വേണോ? ഞാൻ ഇതുവരെ പൂവൊന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ. ആ ദൈവത്തിന് വാങ്ങാലോ അല്ലേ? ആ എന്റെ ദൈവം എന്ന് പറയുന്നതേ എപ്പോഴും അർജുൻ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് വേണ്ടി വാങ്ങി വെക്കാലോ. എന്നെ കളിയാക്കാണ്. മരിച്ചവർക്ക് മാത്രമാണ് പൂ വെക്കുക. ദൈവം മരിച്ചു പോയതാ. അവളോട് നീ കാരണം എനിക്ക് തലയിട്ട് മര്യാദക്ക് പോയി അവിടുന്ന്. സ്കൂളിൽ പഠിക്കുന്ന പെണ്ണ് വർക്ക്ഷോപ്പിൽ പൂവിക്ക് വന്നിരിക്കുന്നു. എന്താ പറയാ. പോവാ ചിരിക്കണ്ട പോട്ടാ. ഓ എന്തൊരു വെയിലല്ലേ. പറഞ്ഞിട്ട് കാര്യമില്ല, മേടമാസമല്ലേ, ഒടുക്കത്തെ ചൂടാ. പതുക്കെ പതുക്കെ എല്ലാം ഒരു ശരിയായിക്കോളും. ചായ കുടിച്ചാൽ ശരിയാവും തോന്നുന്നു അല്ലേ. വളരെ ശരിയാ പറഞ്ഞ. വാ ചായ കുടിച്ചോളെ. അവർക്ക് ഓരോ ചായ കൊടുക്ക്. ആ ശ്രവണ 2 ചായ എടുക്ക്. മധുരം കുറച്ച് മതി കേട്ടോ. മധുരൊക്കെ അവിടെ വെക്കട്ടെ. പഴയ പറ്റിന്റെ ബാക്കിയില്ലേ അതാദ്യം എടുക്ക്. അടുത്ത ആഴ്ച അമ്പലത്തിന്റെ അടുത്തൊരു പരിപാടിയുണ്ട്. അത് കഴിഞ്ഞ് മൊത്തമായിട്ട് തരാന്നേ. കൂത്തൊക്കെ ഇപ്പൊ ആരാ കാണണേ? കൂത്തിന്റെ കാലൊക്കെ കഴിഞ്ഞിടോ. അതൊക്കെ നശിച്ചു പോയി. ഞാനും പണ്ട് കൂത്തില് രാവണ വേഷം കെട്ടിട്ട് കുറെ ആടി നടന്നല്ലേ. ഇപ്പൊ കണ്ടില്ലേ, കടയിട്ടു. കച്ചവടം നടത്തിയിട്ട് പോ ജീവിച്ചു പോണ്. ഈ കൂത്തും കൊണ്ട് നടക്കാതെ വേറെ വല്ല പണിക്കും പോവാൻ നോക്കടോ. എന്താ ഇഷ്ടായില്ലേ? കൂത്തും ആട്ടവും കൊണ്ട് നടന്ന നമുക്ക് കിട്ടിയതോ ഈ നാടിന്റെ പേര് മാത്രമേ ഉള്ളൂ. അതെ, നീ അധികം പറയണ്ട. നൃത്തം എന്ന് വെച്ചാൽ വിലയില്ലാത്തതാണോ? ഏതൊരു ജോലിക്കും അതിൻ്റെതായ മാന്യതയെക്കൊണ്ട് അതൊക്കെ നിനക്കറിയോ? ഒരു കലാകാരന് മാത്രമാണ് മറ്റുള്ളവരുടെ സന്തോഷം കണ്ട് സ്വയം സന്തോഷിക്കാൻ പറ്റുന്നത്. അറിയോ നിനക്ക്? നിനക്ക് ചായ വേണമെങ്കിൽ എന്നോട് ചോദിച്ചാ പോരെ. എന്തിനാ ഇവിടെ വന്ന് നാണം കിടണേ? ചേട്ടാ എന്തേതൊക്കെ അമ്മാവാ എപ്പോ വേണമെങ്കിലും വന്ന് ചായ കുടിച്ചോ. കണക്ക് എന്റെ വീട്ടിൽ എഴുതിയാ മതി. നീ ആരടാ? കണ്ടവന്റെ കാശിൽ ചായ കുടിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. മുത്തശ്ശ അത് മാത്രം വിളിക്കരുത്. നിങ്ങൾ വാ. അനാഥ ചെറുക്കന്മാർക്കൊക്കെ മറുപടി പറയാൻ മാത്രം. ഇത് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ കേൾക്കുന്നേ. ഓട്ടെ സാരല്ലടാ. എനിക്ക് കാശ് കിട്ടിയല്ലോ. ഞാൻ മിഠായി അതെ, വാങ്ങിക്കാൻ മോളെ. പോവാണേ. എന്താ ഒന്നുകൂടെ വന്നേ. പറയണ? നീ എവിടേക്കാ പോണേ? പെട്ടിക്കടയിൽ പോകുക. എന്റെ അച്ഛൻ കാശ് വന്നിട്ടുണ്ട്. ഞാൻ മിഠായി വാങ്ങിക്കാൻ പോവാണ്. മിഠായി വാങ്ങിച്ചു കഴിച്ചാലേ പല്ലൊക്കെ കേടായി പോവും. അച്ഛൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന കാശല്ലേ. ആ ചില്ലറ കാശൊക്കെ എടുത്തു വെച്ച് 100 രൂപ ആക്കിയാലുണ്ടല്ലോ, ആ സ്റ്റോറിൽ കൊടുത്ത 110 രൂപയായിട്ട് കിട്ടും. ഇങ്ങനെയൊക്കെ കിട്ടുന്ന 10 രൂപ കൂട്ടി വെച്ചാലേ ദേ അങ്ങോട്ട് നോക്കിയേ, അതുപോലെ നല്ലൊരു വീട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂട്ടാ. മനസ്സിലായ? ശരി മോൾ വയ്ക്കാം.
വാവ്, ലവ്ലി പ്ലേസ്. നമ്മുടെ പ്രൊജക്ടിന് പറ്റിയ ലൊക്കേഷൻ തന്നെയാണ് കേട്ടോ. ഈ വില്ലേജ് ഏത് ഡിവിഷനിലാണ് വരുന്നത്? സർ, ദിസ് ഈസ് പ്രൈവറ്റ് ലൈൻ സർ. ഇത് ഒരു കുഗ്രാമമാണ്. ഇതൊരു നാടുവായുടെ കസ്റ്റഡിയിലാണ്. ഇവിടെയുള്ള കുറേ സ്ഥലങ്ങൾ അദ്ദേഹം ദാനം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതാരും വിൽക്കുമെന്ന് തോന്നുന്നില്ല സാർ. ഓ, ഇറ്റ്സ് വെരി സിമ്പിൾ. അവരോട് സംസാരിച്ച് അത് വിലയ്ക്ക് വാങ്ങാലോ. സാർ, അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അയാൾ അതിന് സമ്മതിക്കില്ല. അങ്ങനെ പറഞ്ഞ് വിട്ടുകളയാൻ പറ്റില്ല. ഈ പ്രൊജക്റ്റിൽ വലിയ ബെനിഫിറ്റ്സാ. അതിനൊരു വഴിയുണ്ട്. നിങ്ങൾ എത്ര തരും? നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ തരാം. പിന്നെ എന്തത്ര ആലോചിക്കാൻ? ചേട്ടാ, നമ്മുടെ അളിയൻ. ആ കാര്യമൊക്കെ ഞാൻ ഏറ്റു. അർജുൻ സമ്മതിക്കുമെന്നറിയില്ല. സാർ, അർജുന് വേണമെങ്കിൽ ഒരു ഹൈ ബഡ്ജറ്റിൽ പടം ഉണ്ടാക്കി കൊടുക്കാം. ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു സിനിമ പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ ഉണ്ട്. അത് മതി. അർജുന്റെ കാര്യം ഞാൻ ഏറ്റു. അപ്പൊ എപ്പോഴാ ഫൈനൽ ചെയ്യുന്നേ? ഇന്ന് തന്നെ ഇതിന്റെ ജോലികളൊക്കെ ചെയ്യാൻ പോകും. എന്തോ ഒരു ഉത്സവം പോലെ ഉണ്ടല്ലോ. അതേനെ, അർജുന്റെ ജന്മദിനം, നിങ്ങളുടെ മകനാണ് നമ്മുടെ നാട്. അതൊരു ആഘോഷല്ലേ? കടകളെല്ലാം അടച്ചിരിക്ക. ആഘോഷം സൂപ്പർ ആക്കാന്നേ. നമ്മൾ അടിച്ചു പൊളിക്കല്ലേ? നമ്മൾ ആഘോഷിക്കാൻ അങ്ങ് തീരുമാനിച്ചു. നിങ്ങളുടെ കൂടെ ആഘോഷിക്കാനാ ഞാനും വന്നത്. അല്ല സാറേ, എന്താ ഇതൊക്കെ? അതൊരു കേക്കാ. നിനക്ക് വേണ്ടിട്ട് വാങ്ങിട്ട് വന്നു. സാറേ, എനിക്കെന്തിനാ ഇതൊക്കെ? എന്താ മോനെ, മറന്നുപോയോ? അർജുൻ ജനിച്ച അന്ന് തന്നെയല്ലേ നീയും ജനിച്ചത്? സാറേ, എനിക്കിതൊന്നും വേണ്ടായിരുന്നു. എന്റെ മകൻ ജനിച്ച പിറന്നാൾ ആഘോഷിക്കുമ്പോ നിന്റെ പിറന്നാൾ ഞാൻ ആഘോഷിക്കണ്ടേ? കാരണം അത് പിടിക്കേ, കേക്ക് കട്ടിയിട്ട് എല്ലാവർക്കും കൊടുക്കുക. അളിയാ, നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? നമ്മുടെ നാട്ടിലെ തിയേറ്ററിലെ ഒരു പടം പോലും 10 ദിവസത്തിൽ കൂടുതൽ ഓടിയിട്ടില്ല. നമ്മുടെ തലയുടെ പടം നാളെ 10ാമത്തെ ദിവസം ഓടുന്നേ. വരുന്ന എല്ലാവർക്കും 10 തരം സീറ്റ്സ് കൊടുക്കണം. നീ എന്താ പറയുന്നേ? എടാ കർണ, അവന്റെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല. അവനോട് താഴെ ഇറങ്ങാൻ പറയടാ. അവൻ അർജുന്റെ കട്ട ഫാനാണെന്ന് അറിയില്ലേ? വിട്ടുകളാ. ഏയ്, ഇങ്ങോട്ട് നിക്ക്, ഞാൻ എന്റെ തലയ്ക്ക് ഒരു ഉമ്മ കൊടുത്തിട്ട് വരാടാ. എടാ പൊട്ട, നീ എന്തൊക്കെയാ പറയുന്നത്? നമ്മളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അണ്ണാ, ഇന്നത്തെ പാർട്ടിക്ക് നമ്മുടെ പടത്തിൽ ഹീറോയിൻ വരുന്നുണ്ടല്ലോ. സാർ, ഒരു മിനിറ്റ്. ഒരു സാഡ് ന്യൂസ് ഉണ്ട് സാർ. നമ്മുടെ ഗ്രാമത്തിലുള്ള ഒരു ആരാധകൻ സാറിന്റെ ഫ്ലെക്സ് കെട്ടുന്നതിനിടയ്ക്ക് താഴെ വീണ് കാലിന് പരിക്ക് പറ്റിയിരിക്കുക. ഓ അതെയോ? അതെ സാർ. പാവാടാ. ശരി, നിങ്ങൾ നമ്മുടെ ഓഡിറ്റർ അടുത്ത് പറഞ്ഞിട്ട് 3 ലക്ഷം രൂപ പയ്യനെ അയച്ചേക്ക്. ഓക്കെ. എടാ, പണിയൊക്കെ ഒന്ന് നിർത്തടാ. അതെ, ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടാ. വാ, പേപ്പറിലെ ന്യൂസ് ആരെങ്കിലും വായിച്ചായിരുന്നോ? ഇതൊന്ന് നോക്കടാ. എന്താ? എടാ, നമ്മുടെ ചെക്കന്റെ കാലൊടിഞ്ഞില്ലേ? ആ വിവരം അറിഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ എന്താ ചെയ്തെന്നറിയോ? 3 ലക്ഷം രൂപ അവര് കൊടുക്കാതെ അറിയിച്ചിരിക്കുക. അപ്പൊ നമ്മൾ ചെന്നൈ പോവാണോ ചേട്ടാ? അതേടാ, ചെന്നൈ പോകുന്നു, 3 ലക്ഷം രൂപ വാങ്ങുന്നു, ഇവരുടെ എല്ലാം മുഖത്ത് കരിവാരിത്തേക്ക്. ആദ്യം കർണ വരട്ടെ, അവൻ എന്താ പറയാൻ നോക്കാലോ. അതും ശരിയാ. നോക്കിയേ, കാരണം ചേട്ടൻ വരുന്നത് കണ്ടോ? ഈ കാര്യം അറിഞ്ഞ എന്തോരം സന്തോഷിക്കാന്നറിയോ? അതെ, ഈ കാര്യം നമ്മൾ ആരും അറിഞ്ഞായിട്ട് ഭാവിക്കണ്ട. എല്ലാരും വിഷമിച്ചിരിക്കുന്ന പോലെ അവിടെ പോയിരിക്കും. അവന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട് എനിക്ക്. എന്താ ചെയ്യണ്ടേന്ന് മാത്രം അറിയില്ല.
നോക്കിയേ, അവന്റെ കാലൊടിഞ്ഞ വിവരം അറിഞ്ഞ ഉടനെ നമ്മളെല്ലാരും ആരാധിക്കുന്ന നമ്മുടെ ഹീറോ അർജുൻ ചികിത്സക്കായി 3 ലക്ഷം രൂപ തരാന്ന് അറിയിച്ചിരിക്കുക. അതേട്ടാ. അതേന്നേ, ഇതേ പേപ്പറിൽ വന്നിട്ടുണ്ട്. നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നീ നോക്കടാ. എങ്ങനെയുണ്ട്? 3 ലക്ഷം. എന്റെ മനസ്സിലെ ആഗ്രഹമല്ലേ ചെയ്ത് കാണിച്ചിരിക്ക. അമ്മാമനെ, ഫാൻസ് ഭ്രാന്താണെന്ന് പറഞ്ഞ് നടക്കാണെന്നല്ലേ നിങ്ങൾ പറയാറ്? ഇപ്പൊ കണ്ടല്ല, 3 ലക്ഷം. ഒരു ജീവൻ രക്ഷിക്കാനേ ഡോക്ടർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. വെറും 300 ml രക്തം മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞ എന്റെ ഹീറോ ചെയ്ത് കാണിച്ചല്ല. അവനൊരു വാക്ക് പറഞ്ഞത് വെറും വാക്കല്ല. ഇവന്മാർക്ക് ശരിക്കും വട്ട് തന്നെയാ. നമ്മളെ ഇന്ന് തന്നെ നമ്മൾ ചെന്നൈ പോകുന്നു, അർജുനെ കാണുന്നു, എന്നിട്ട് നമ്മൾ അവനെ സഹായിക്കുന്നു. ഓടാ. വീടെന്ന് പറയലടാ, രാജകൊട്ടാരെന്ന് പറ. നമുക്ക് ഇതിലേക്ക് ചാടാം. ഗേറ്റ് അവിടെ. എനിക്ക് ഇതൊക്കെ കണ്ടിട്ട്. നമസ്കാരം ചേട്ടാ, ഞങ്ങൾ ഗ്രാമത്തിൽ നിന്ന് വരുവാ. ഹീറോയുടെ നാട്ടുകാരാ. ആളിവിടെ ഉണ്ടോ? ഒന്ന് കാണാൻ പറ്റുമോ? അദ്ദേഹത്തിന് നിങ്ങൾ അറിയോ? പിന്നെ അറിയും. ഞങ്ങൾ വന്നു അറിയും ചേട്ടാ. ചോദിച്ചിട്ടൊക്കെ ഞങ്ങള് ഹീറോയുടെ അതെ ചേട്ടാ, മോളിൽ നിന്ന് വീണിട്ട് കാലിന് പരിക്കൊറ്റില്ല. അയാളെ സഹായിക്കാനായിട്ട് വരാൻ പറഞ്ഞു. ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. ശരി. സെക്യൂരിറ്റി, ഇവരെ നോക്ക്. നമ്മുടെ ഹീറോയെ കണ്ടു കഴിയുമ്പോ എന്താ പറയണത്? എന്താ അവിടെ? എന്തോ ഒരു ബഹളം. അവര് ഗ്രാമത്തിൽ നിന്ന് അർജുൻ സാറെ കാണാൻ വേണ്ടി വന്നതാ. എന്താ കാര്യം? ഫാൻസിൽ ഒരുത്തന്റെ കാലം മുറിഞ്ഞതുകൊണ്ട് അർജുൻ സാർ 3 ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞു. പേപ്പറിൽ വാർത്തയുണ്ടായിരുന്നു. ശരി, ഞാൻ പറയുന്നത് ഒരാരെയും. ശരി സാർ. എന്താ മോനെ നിന്റെ ഉദ്ദേശം? നീ സമ്പാദിക്കുന്ന തുക മുഴുവൻ നിന്റെ അച്ഛനെ പോലെ നാട്ടുകാർക്ക് കൊടുക്കാൻ പോവാ? എന്തു പറ്റിയമ്മാവ? നീ വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് നാട്ടിൽ നിന്ന് കുറെ ആളുകൾ വന്ന് നിൽക്കുക. ഓ, അതാണ് കാര്യം. നമ്മുടെ ഗ്രാമത്തിലുള്ളവരാന്ന് പറഞ്ഞ് കാലും കൂടി മുറിഞ്ഞെന്ന് കേട്ടപ്പോ അതുകൊണ്ടാണ് ഞാൻ വരാൻ പറഞ്ഞത്. ശരി, ഇനി എന്നോട് ചോദിക്കാതെ ഒന്നും തീരുമാനിക്കാൻ പാടില്ല, മനസ്സിലായോ? ശരി, ഇത് അവസാനത്തേതായിരിക്കണം. ശരി, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? മാനേജർ, അവരിൽ നിന്ന് ഒരാളോട് അകത്തേക്ക് വരാൻ പറ. ചേട്ടാ, ഞാൻ സെക്രട്ടറി, ഇവനാ പ്രസിഡന്റ്. സാറേ, അദ്ദേഹം എന്താ പറഞ്ഞേ? ഞങ്ങളോട് അകത്തേക്ക് വരാൻ പറഞ്ഞില്ലേ? ആരെങ്കിലും ഒരാള് നിങ്ങളകത്ത് വരും. ഞാൻ പോയിട്ട് വരാടാ. ഞാൻ ശരിയാക്കിട്ട് വരാന്ന്. നിങ്ങളവിടെ നിന്നാ മതി കേട്ടാ. ഞാൻ ശരിയാക്കാം. ശരി, പറഞ്ഞോളെ. എന്റെ സാറേ, എഴുന്നേക്ക്. ഞങ്ങളെ മനസ്സിലായില്ലേ സാറേ? വളരെ നന്ദിയുണ്ട്. സാറ് പറഞ്ഞില്ലേ, ജനിക്കുമ്പോ തനിച്ച് ജനിക്കുന്നു, മരിക്കുമ്പോ തനിച്ച് മരിക്കുന്നു. അതിനിടയിലുള്ള ബന്ധത്തിനൊക്കെ എന്താ അർത്ഥമുള്ളത്? അത് എനിക്ക് വേണ്ടി പറഞ്ഞ പോലെ തന്നെയാ. അതെന്റെ മനസ്സിൽ കൊണ്ട് എനിക്ക് രോമാഞ്ചം വരിക. എന്താ പറയാ, അമ്മ, അച്ഛൻ എല്ലാം നിങ്ങളാ. എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ? നിങ്ങളെ ഈ ജീവൻ മുഴുവൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാ. നിങ്ങളെ ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് തൊട്ടോട്ടെ. അയ്യോ, മതി സാറേ, എനിക്കെല്ലാം തൃപ്തിയായി. ഞാൻ ഒരു ഉമ്മ കൂടി തന്നോട്ടെ. സന്തോഷം കൊണ്ടാ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഇത് മതി സാറേ, ഇത് മതി സാറേ. എനിക്ക് തൃപ്തിയായി സാറേ, തൃപ്തിയായി സാറേ. പോട്ടെ സാറേ, പോട്ടെ സാറേ. വരാ സാറേ, വരാ. അയ്യോ, അത് മറന്നു പോയാലോടാ. ചേട്ടാ, വന്ന കാര്യം അദ്ദേഹത്തോട് പറഞ്ഞില്ല. ഞാൻ അവിടെ പോയിട്ടൊന്ന് പറഞ്ഞോട്ടെ സാർ. വേഗം ആയിക്കോട്ടെ. ആ ഗ്രാമത്തിലുള്ള നാറിയെ നീ എന്തിനാ തൊട്ടേ? എല്ലാം നിന്റെ അച്ഛൻ കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ. അവന്മാരെയൊക്കെ എന്തിനാ നീ വെറുതെ തൊടുന്നേ? നന്നായി, അവനെന്തേലും പണം ചോദിക്കുമെന്ന് ഞാൻ പേടിച്ചു. ഇനി ഇതുപോലത്തെ കൂട്ടുകെട്ടൊന്നും നിനക്ക് വേണ്ട. കേറി അകത്ത് പോ. അമ്മാവ, ഞാനാണ് അവരെ തേടി പോയത്. നാട്ടിൽ എനിക്ക് സമാധാനമില്ല, ഇവിടെ എനിക്ക് അവന്മാരെ കൂടെ ശല്യ. ഫാൻസ് എന്നുള്ള പേരിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. ശരി, ഫംഗ്ഷനും കൊണ്ട് ഞാൻ കുളിച്ചിട്ട് ചെല്ല്, പോയൊന്ന് കുളിക്ക.
എടോ അതെ, ഇനി നാട്ടിൽ നിന്നൊന്നും പറഞ്ഞ് ആരെങ്കിലും കയറി വന്ന അകത്തേക്ക് കയറ്റിവിടണമെന്ന് മാനേജരോട് പറഞ്ഞേക്ക്, മനസ്സിലായോ? എടാ നീ ഞങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞില്ലടാ. പറഞ്ഞോടാ. പുള്ളിക്കാരൻ ഭയങ്കര ഒരു ആളാണല്ലോടാ. അതെ. ശരി, ഞങ്ങളുള്ള ഭാഗ്യമല്ല, എന്നാലും നിനക്ക് കിട്ടിയല്ലോടാ, അത് മതി. എടാ, പൈസ കിട്ടിയല്ലോ അല്ലേ? അത് പിന്നെ നമ്മള് നാട്ടിലെത്തുന്നതിന് മുമ്പ് പൈസ അവിടെ എത്തുന്ന അതാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ. ആള് വേറെ ലെവലാടാ. കൊക്കടാ ഇവനെ. സാറേ, സാറേ, ഇവിടെ ദൈവം. ഇനി ഇറങ്ങുന്ന ഹിറ്റാ. ഞങ്ങൾ പോവാണ് സാറേ. എന്ത് പറ്റി കാരണ ഈ രാവിലെ തന്നെ വന്നിരിക്കുന്നത്? അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും? ഏയ് പ്രശ്നമൊന്നുമില്ല. കയറി ഇരിക്കടാ. ചേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതാ കാരണ, നീ ചോദിച്ചത് മുഴുവനുണ്ട്. മുരളി ഡാ അളിയാ, എങ്ങനെയുണ്ടാ? സുഖമാണോ? ഇരിക്കി. വേദന ഉണ്ടോടാ? ഇല്ലടാ, നമ്മുടെ ഹീറോയ്ക്ക് വേണ്ടിട്ടല്ലേ. എന്താ നിനക്ക് അറിയില്ലേ, ഇതൊന്നും ഒരു കാര്യല്ലടാ. ചോദിച്ചപ്പോ മാറ്റർ എല്ലാം ശരിയാവട്ടെടാ. ദാ, ഇത് വെച്ചോ. ഇത് അർജുൻ സാർ തന്നാടാ. ആള് ദൈവമാടാ. അമ്മ, അച്ഛാ. നമസ്കാരം. അമ്മ, നമസ്കാരമുണ്ട്. നിങ്ങൾ എന്തൊക്കെ ചീത്ത എന്നെ പറഞ്ഞേ? അച്ഛൻ എന്തൊക്കെ പറഞ്ഞേ? ദേ ഇത് കണ്ടോ, എന്റെ ഹീറോ അർജുൻ എനിക്ക് എനിക്ക് തന്നു വിട്ടതാ. ആൾക്ക് വേണ്ടി എന്റെ ജീവൻ വരെ കൊടുക്കും അമ്മ. ദാ, കുട്ടികളെടാ. നീ റെസ്റ്റ് എടുത്താ മതി. ഈ കൈ കൊണ്ടല്ലേ നീ ആളെ തൊട്ടത്? ഏയ് എന്താടാ ഇതൊക്കെ? ഏയ് വിടറാ. കാല് ശരിയായ എനിക്ക് ആളെ പോയി ഒന്ന് കാണണോടാ. ആ കാണാടാ, നമുക്ക് പോയി കാണാം. അടുത്ത ആഴ്ച മെഡിക്കൽ കോളേജിലേക്ക് പോവാം, മനസ്സിലായോ? ശരിയുടെ ആളിയാ. എന്നാ ഇറങ്ങട്ടെ. ഇടാ, കാല് നോക്കണം കേട്ടോ. അധികം അനങ്ങാതെ നോക്കണമെന്ന് മനസ്സിലായോ എനക്ക്? ആ. അർജുൻ സാർ, നിങ്ങൾ ദൈവമാണ്, എന്റെ ദൈവം. നമസ്കാരം. നമസ്കാരം മുതലാളി. നമസ്കാരം. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്ന മോനെ. കുഴപ്പമില്ല. എന്നെ എന്തിനു കാണണമെന്ന് പറഞ്ഞത്? കാര്യമുണ്ട് മുതലാളി. സാറല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരും ഇല്ലാന്നാ വിചാരിച്ചേ. പക്ഷെ സാറിന്റെ മോനുണ്ട് സാറേ. എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അർജുൻ മോനെ കുറിച്ചാ പറയുന്നേ? ആ, അർജുൻ സാറിനെ കുറിച്ചാ. അതെ മുതലാളി, നമ്മുടെ മുരളിയുടെ കാലിലെ എല്ലൊടിഞ്ഞൊന്ന് കേട്ട ഉടനെ അർജുനൊരു സഹായം ചെയ്തു, കുറച്ച് കാശ് തന്നു. ഓ, ഞാൻ എന്തെങ്കിലും ചെയ്യണോ? വേണ്ട വേണ്ട, ഇത് തന്നെ ധാരാളം. അർജുൻ മോന് ഞങ്ങൾ എല്ലാരും കൂടി ഒരു സ്വീകരണം കൊടുക്കണം. അതെ മുതലാളി. സാർ എങ്ങനെയെങ്കിലും അവനെ ഒന്ന് കൂട്ടിക്കൊണ്ടുവരണം. തന്ന വാക്ക് ഇതുവരെ ഞാൻ പാലിക്കാതിരുന്നിട്ടില്ല. ഇപ്പൊ എന്താ, അർജുൻ ഇവിടെ വരണം അതല്ലേ? തറവാട്ടിലേക്ക് വരുന്നതിന് മുന്നേ അവൻ ഇവിടെ വന്നിട്ട് പോകും പോരെ? അർജുൻ, അവർക്ക് വേണ്ടതാ സ്ഥല. നീ എത്രയും പെട്ടെന്ന് ചെയ്താ നീ ഉദ്ദേശിക്കുന്നത് പോലെ ആ ഹീറോയിന്റെ ഒപ്പം വലിയൊരു പടത്തില് നിന്നെ ഹീറോ ആയിട്ട് അവർ സെലക്ട് ചെയ്യും. അവരല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൽ കൂടുതൽ നിനക്ക് എന്താ വേണ്ടേ? അല്ല, നീ എന്താ ആലോചിക്കുന്നത്? അമ്മാവ, അച്ഛൻ ഇതിനൊക്കെ സമ്മതിക്കാൻ തോന്നുന്നുണ്ടോ? അച്ഛനെ എതിർത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ, അതിനൊരു മാർഗമുണ്ട്. അടുത്ത മാസം നിന്റെ അച്ഛന്റെ ശതാഭിഷേക ചടങ്ങാ. അതിന്റെ അടുത്ത അവകാശി പിന്നെ നീയാണല്ലോ. സ്വത്തിന്റെ എല്ലാ അവകാശവും പിന്നീട് നിനക്കല്ലേ. അതിനുശേഷം ഞാൻ പറയുന്ന സ്ഥലത്തൊക്കെ ഒപ്പിടണം. ബാക്കിയെല്ലാം ഞാൻ നോക്കാം. എന്ത്? അടുത്ത അവകാശിയെ പ്രഖ്യാപിക്കുന്നു? ഇവിടെ എന്തായി നടക്കുന്നത്? ആരോട് ചോദിച്ചിട്ട് അവകാശികളെ തീരുമാനിക്കുന്നത്? ആരോട് ചോദിക്കാൻ? ശതാബ്ദി അഭിഷേകം കഴിഞ്ഞാൽ പിന്നെ അവകാശി അറിയിക്കുക എന്നുള്ളത് നിയമമല്ലേ? എന്താ തിരുമേനി മിണ്ടാതെ നിൽക്കുന്നത്? എല്ലാ കാര്യവും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയല്ല, ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ. എന്താ ശരിയല്ലേ? അതിനുള്ള സമയ സന്ദർഭം വന്നതുകൊണ്ടാണ് ഇപ്പൊ ചോദിക്കുന്നത്.
ചെടി പൂത്ത കായ്ക്കാൻ വേണ്ടി സമയം നോക്കാറില്ല. അതുപോലെ തന്നെ എല്ലാം നടക്കേണ്ട സമയത്ത് നടന്നാലേ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള വില ഉണ്ടാവുള്ളൂ. എന്താ അത്? അദ്ദേഹം ഒന്നും മിണ്ടില്ലാന്ന് കരുതി തോന്നിയ പോലെ ഓരോരുത്തർ സംസാരിക്കുന്നേ. അതെ, നമുക്കുള്ളത് ഒരു മോനല്ലേ? കൊറേ കാലായിട്ട് അവൻ നമ്മോടൊപ്പം ഇല്ലല്ലോ ഇപ്പൊ. നിങ്ങൾ ഈ സ്വത്തിന്റെ എല്ലാ അവകാശിയെ അവനെ അറിയിക്കുകയാണെങ്കിൽ നമുക്കാണ് അതിന്റെ അഭിമാനം. അത് മാത്രമല്ലാതെ അവൻ എപ്പോഴും നമ്മുടെ കൂടെയും കാണുമല്ലോ. എന്താ പറയുന്നേ? അത് അവിടുത്തെ അവസ്ഥ എന്താണെന്ന് എനിക്കിപ്പോ നന്നായിട്ടറിയാം. എന്നാ കഴിഞ്ഞ 25 വർഷമായിട്ട് എന്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന രഹസ്യങ്ങള് പറയാനുള്ള സമയമായിരിക്കുന്നു. അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്തതാ. ഇത്രയും നാൾ ആ രഹസ്യം പറയാതിരുന്നതിൽ അങ്ങ് ദയവായി എന്നോട് പൊറുക്കണം. എന്താ ജോത്സ്യരെ പറയുന്നത്? നിങ്ങളുടെ ജാതകം നോക്കിയപ്പോ നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ കൂടെ തന്നെ ഇരുന്നാൽ അത് ആപത്താണെന്ന് അറിഞ്ഞു. അതുകൊണ്ട് ഞാൻ ആശുപത്രി നേരിട്ട് വന്ന് നിങ്ങളുടെ ഭാര്യയ്ക്ക് കുഞ്ഞ് ജനിച്ചപ്പോ അതേസമയം ചെന്താമരയും പ്രസവിച്ചല്ലോ. കുഞ്ഞുങ്ങളെ പരസ്പരം ഞാൻ മാറ്റി. അങ്ങനെ സംഭവിക്കുകയില്ല. ഞാൻ ചെന്താമരയോട് ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് ചെന്താമരയുടെ കുഞ്ഞിനെ എൻ്റെ ഭാര്യയുടെ അടുത്തും എൻ്റെ ഭാര്യയുടെ കുഞ്ഞിനെ ചെന്താമരയുടെ അടുത്തും മാറ്റിവെച്ച പാപിയാണ് ഞാൻ. ഇല്ലില്ല, എന്റെ ജോത്സ്യം തെറ്റാറില്ല. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 10 വർഷമായിട്ടും ഒരിക്കലും കുഞ്ഞ് ജനിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? അത് നടന്നല്ലോ. വേറൊരു സ്ത്രീയിൽ നിങ്ങൾക്ക് കുഞ്ഞുണ്ടായാലേ നിങ്ങളുടെ ഭാര്യ പ്രസവിക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. നടന്നോ ഇല്ലയോ? ഇപ്പൊ നിങ്ങളുടെ കണക്ക് പ്രകാരം ഞാൻ മാറ്റിവെച്ച കുട്ടിയെ നിങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി പഴയ സ്ഥാനത്ത് തന്നെയല്ലേ ഉണ്ടാവൂ. നിങ്ങൾ ഈ ജീവനോടെ ഇപ്പൊ നിന്ന് സംസാരിക്കില്ലല്ലോ. ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുവല്ലേ? ഞാൻ മാറ്റിവെച്ചതാണ് സത്യം. സത്യം. ആകെ കൊഴിഞ്ഞു പോയല്ലോ. ഒരു കുഴയിലും ഇല്ലെന്നേ. ഇപ്പോഴെല്ലാം ശരിയായി. ഇപ്പോഴാണ് എന്റെ മനസ്സിൽ നിന്ന് എല്ലാ ഭാരങ്ങളും ഇറങ്ങിയത്. ദൈവത്തിന് വേണം നന്ദി പറയാൻ. എന്നാ ഞാനങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ. വരാം. ഇപ്പൊ മനസ്സിനൊരു സുഖമുണ്ട്. ഇത് പ്രൂഫ് സെക്ഷനിലേക്ക് കൊടുത്തേക്കോ. ഓക്കെ സർ. ഒരു മിനിറ്റ്. പറയൂ സർ. വരുന്ന 30-ാം തീയതി ബോംബെയിൽ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അതിന് നിങ്ങൾ വേണം പോകാൻ. 30-ാം തീയതി ഞങ്ങളുടെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട് സർ. തീർച്ചയായിട്ടും ഞാൻ അവിടെ ഉണ്ടാവണം. നേരത്തെ ലീവ് ചോദിച്ചാൽ ഞാൻ അപ്ലൈ ചെയ്തിരുന്നു. ഓ അത് ശരി. പുതിയതായിട്ടൊരു പെൺകുട്ടി ജോയിൻ ചെയ്തില്ലേ? അതെ ആ സർ. കുട്ടിയുടെ പേരെന്താ? അവരുടെ പേര് റോസ് എന്നാ. ഓ റോസ്. ഒന്ന് ഇങ്ങോട്ട് വരാൻ പറയും. ഓക്കെ ഓക്കെ വരാൻ പറയാം. ഓക്കെ സാർ, അത് ഞാൻ കറക്റ്റായിട്ട് ചെയ്യാം. കവർ സ്റ്റോർ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നോക്കിക്കോളാം. എക്സ്ക്യൂസ് മീ സർ. യെസ്, അകത്തേക്ക് വരൂ. വരൂ. യാ, ഇരിക്കൂ. ഇറ്റ്സ് ഓക്കേ സർ. ഫസ്റ്റ് ടൈം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കവർ സ്റ്റോറി റെഡിയാക്കണം. ഫേമസ് ആയിട്ടുള്ള ആക്ടർ അർജുൻ അവരുടെ നാട്ടിലെ സ്വത്തിന്റെ അവകാശിയായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടു. അത് ഫുള്ളായിട്ട് നിങ്ങൾ തന്നെ കവർ ചെയ്യണം. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ നമിത പറയും. നിങ്ങളത് ഫോളോ ചെയ്താൽ മതി. എടാ അളിയ, നമ്മുടെ നാടിന്റെ അഭിമാനം നമ്മൾ കാത്തുരക്ഷിക്കണം. അടിച്ചു പൊളിക്കണോടാ. പിന്നെ അടിച്ചു പൊളിച്ചേക്കാന്നേ. എടാ പൊട്ടാ, കൊറേ നേരമല്ലോ കൊട്ടുന്നു. കാര്യം എന്താണെന്ന് വെച്ചാ പറ. വെറുതെ കൊട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ നീ. കാര്യം പറഞ്ഞാൽ എനിക്കൊരു വട വാങ്ങി തരുമോ? ആദ്യം കാര്യം പറ, എന്നിട്ട് തീരുമാനിക്കാം വട വേണോ വേണ്ടേന്ന്. നമ്മുടെ മുതലാളിയുടെ മോൻ, നമ്മുടെ സൂപ്പർ ഹീറോ അർജുൻ നാളെ ഇവിടെ വരുന്നുണ്ട്. നല്ലൊരു കാര്യം പറയുമ്പോ എന്തിനാണ് പൂച്ച മത്തി കണ്ട പോലെ നോക്കുന്നേ? ശരി, ഈ ന്യൂസ് നിന്റെ അടുത്ത് ആരാ പറഞ്ഞേ? നമ്മുടെ മുതലാളി തന്നെ. എപ്പോഴാ പറഞ്ഞേ? ഒരു 5 മിനിറ്റ് മുമ്പ് തന്നെ. നീ ഒന്ന് പോടത്തീരുമണ്ട, ഇങ്ങോട്ട് നോക്കടാ. 5 മിനിറ്റ് മുമ്പ് ഈ കാര്യം അറിഞ്ഞല്ലേ ഉള്ളൂ. അതിനു മുമ്പ് ഫ്ലക്സ് അടിച്ചാ. അതാടാ നമ്മുടെ തലൈവന്റെ ആരാധകർ. കാര്യം പറഞ്ഞ വട വാങ്ങി തരാന്ന് പറഞ്ഞില്ലേ? വടയല്ലേ,
എന്തിനാണ് അടിക്കണേ? ഞങ്ങളുടെ ഭാഷയിൽ വടാന്ന് പറഞ്ഞ ഇതാണ് അർത്ഥം. നിന്റെ പാടത് അവന്റെ ഒരു എന്താ എന്തിനാണ് അടിച്ചത്? എനിക്ക് ഒരു വട മതി. ആരാ ആരാ എന്താ? പെട്ടെന്നൊന്ന് പുഴക്കരയിലേക്ക് വരാമോ? ആരത്? ചേട്ടാ ഇത് കണ്ടോ, നാട് മൊത്തം ഇവന്റെ ഫ്ലെക്സ് ഒട്ടിച്ചിരിക്കുക. എന്താ അമ്മാവ് ഇതൊക്കെ? മനസ്സിലായില്ലേ? അന്ന് അവര് പണം ചോദിച്ചു വന്നപ്പോ നമ്മൾ അവർക്ക് കൊടുത്തില്ലല്ലോ. അതാ അവര് പോസ്റ്റർ അടിച്ച് നമ്മളെ നാണം കെടുത്താൻ നോക്കുന്നേ. നിന്റെ അച്ഛനും കൂടെ അറിഞ്ഞിട്ടാ ഇതൊക്കെ. അവരുടെ തനി സ്വഭാവം കാണിച്ചില്ലേ? അമ്മാവ ഇപ്പോഴെനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഞാൻ വരുന്ന വഴിക്ക് ആ ഗ്രാമത്തിലൊന്ന് കേറിയിട്ട് വരാൻ അച്ഛൻ പറഞ്ഞിരുന്നു. നീ സമാധാനപ്പെട്, ബാക്കിയൊക്കെ ഞാൻ നോക്കാം. ശരി അമ്മാവ, ഓക്കെ. കാട്ടിലെ രാജാവാണ് സിംഹം, 10 പേര് ചേർന്നുണ്ടാക്കുന്നതാണ് സംഘം. നേതാവേ, നീയാണ് ഞങ്ങളുടെ പത്തരമാറ്റ് തങ്കം. നിന്നെ കുറിച്ച് ആരെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ അവരെ ഞങ്ങളാക്കും. നമ്മളെല്ലാവരും ചേർന്ന് സ്വീകരിക്കേണ്ടതാണ്. തിയേറ്ററുകളിൽ കോളിളക്കം സൃഷ്ടിക്കുന്ന നമ്മുടെ അർജുന്റെ ആരാധകരോട്. നീ എന്തിനാ ഇവിടെ കിടന്ന് പ്രസംഗിക്കുന്നത്? അവരൊക്കെ പോകുന്നത് വേറെ വഴിക്കാന്ന്. എന്താടാ, എന്താ പറ്റിയേ? അല്ല, അവര് വരുന്ന വണ്ടി ഇവിടേക്കല്ല, വീട്ടിലേക്കാ പോയെന്ന്. ഏയ്, അതിനൊന്നും വിചാരിക്കണ്ടാ. അവര് കുറെ ദൂരം ട്രാവൽ ചെയ്ത് വന്നതല്ലേ. ചിലപ്പോ വീട്ടിൽ കയറി റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. കുറച്ച് കഴിഞ്ഞിട്ട് വരൂടാ. നീ പറയുന്നത് ശരിയാ. നമുക്ക് എല്ലാവർക്കും കൂടി വീട്ടിൽ പോയി കണ്ടാലോ? എന്താ എല്ലാവരുടെ അഭിപ്രായം? പോവാലോ? എന്നാ വാ, നമുക്ക് എല്ലാവർക്കും വീട്ടിലേക്ക് പോവാം. കർണൻ ഒന്ന് വന്നോട്ടടാ. എടാ, അവനല്ലേടാ നമ്മുടെ നായകൻ. അവൻ നമ്മളെക്കാൾ മുമ്പ് അവിടെ എത്തി കാണും. നീ വാടാ, നമുക്ക് പോവാം. ഹായ് മാ. മുതലാളി നമസ്കാരം. കാലമല്ലേ ഇങ്ങോട്ട് വന്നിട്ട് യാത്രയിൽ ക്ഷീണിച്ചുള്ള വരവാണ്. മോനെ സുഖമാണോ മോനെ? സുഖമായിരിക്കുന്നു അമ്മേ. മുറ്റത്തേക്ക് ഇടൂ, അകത്തേക്ക് വാ. ആ, ശരി. യാത്രയൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ? നന്നായിരുന്നു അമ്മേ. അച്ഛാ, ഞാൻ നിന്റെ അടുത്ത് എന്താ പറഞ്ഞിരുന്നത്? എന്തിനാ നേരെ ഇങ്ങോട്ട് വന്നത്? മനസ്സിലായില്ല. നീ അവിടെ വരുമെന്നും പറഞ്ഞ നാട്ടുകാരെല്ലാം നിന്നെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ കാത്തിരിക്കുക. അത് വക വെക്കാണ്ട് നീ എന്തിനാ നേരെ ഇങ്ങോട്ട് വന്നത്? ഇതാണോ നമ്മുടെ കുടുംബ പാരമ്പര്യത്തിന്റെ മഹിമ? ആ കോളനി പോയി കറങ്ങിയിട്ട് പല്ലെളിച്ച് വന്നാലാണോ നമുക്ക് മഹിമയുണ്ടാവുക? ഇതെല്ലാം കുടുംബ പ്രശ്നമാണ്. മറ്റുള്ളവർ തലയിടേണ്ട ഒരാവശ്യമില്ല. എന്തെന്റെ അനിയത്തി മതിയെന്നും പറഞ്ഞ് നീ താലി കെട്ടി കൊണ്ടുവന്നോ, അന്ന് മുതൽ ഞങ്ങളും ഈ വീടിന്റെയൊക്കെ അവകാശികളുമായി. ഞങ്ങൾക്കും ഇതിലൊക്കെ ഇടപെടാം. എന്താണ് മോനെ, നീ എന്തോ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? കാര്യങ്ങൾ എന്താന്ന് വെച്ചാ പറ. അച്ഛാ, ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ എനിക്കറിയാം. അച്ഛൻ അതിൽ ഇടപെടണ്ട. എന്താ പറഞ്ഞേ? അയ്യോ, എന്താ ഇത്? എന്നെ എതിർത്ത് സംസാരിക്കാൻ നീ അത്രത്തോളം വളർന്നോ? ഇറങ്ങണ ഇവിടുന്ന്. ആദ്യം മനുഷ്യരെ ബഹുമാനിക്കാൻ പഠിക്കേ. അതെ, നിങ്ങളിങ്ങനെ ദേഷ്യപ്പെടല്ലേ. നോമ്പ് നോറ്റുണ്ടായ കുഞ്ഞ അർജുൻ. ആരോടെങ്കിലും ഒരു വാക്ക് അച്ഛൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാതെ ഇരുന്നിട്ടില്ല. നീ വേഗം ചെന്ന് അച്ഛൻ പറഞ്ഞതുപോലെ നാട്ടുകാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വാ മോനെ. പെങ്ങളെ, അവര് തന്നെ നമ്മളെ മാനം കെടുത്താൻ നോക്കിക്കൊണ്ടിരിക്കുക. ഇതൊന്നും അറിയാതെ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ പോയി ചെയ്യ? അവിടെ നിൽക്കൂ, ഞാൻ ഞാനേ ഇത് നിന്റെ പണിയാണ്? ഞാനല്ല, പിന്നെ വേറെ ആരാ? അത് പിന്നെ അവളാ. ഏയ്, ഇങ്ങ് വന്നേ. അയ്യ, എന്താ അവളുടെ ഒരു വരവ്? എന്താണിത്? ഇതാര് തന്നാണ് ഈ ഐഡിയ ഒക്കെ? എടി പൊട്ടിക്കാളി, നിന്റെ പണിയല്ലേ ഇതൊക്കെ? നിനക്കിപ്പോ എന്താ വേണ്ടേ? ഇല്ല, എപ്പോഴും ഫ്രണ്ട്സിനോട് ചുറ്റി നടക്കല്ലേ, കുറച്ച് തനിയെ ഒന്ന് സംസാരിക്കണം. എന്തു പറയാനാ? എന്താന്ന് പറ. പറയാന്ന് പറഞ്ഞില്ലേ? പറ. കർണേട്ടാ, നാട്ടുകാര് മുഴുവൻ അർജുന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അയ്യോ,
അതെ, നിങ്ങളെല്ലാവരും എന്താ ഇങ്ങനെ നിൽക്കുന്നേ? ഹീറോയ്ക്ക് 4 ജയ് വിളിക്ക്, ഇപ്പോഴല്ലേ ആള് വരൂ. നീ പറഞ്ഞത് ശരിയാടാ. നമ്മുടെ ഹീറോ അർജുൻ, മുത്തായ അർജുൻ, നമ്മുടെ സൂപ്പർ സ്റ്റാർ അർജുൻ, നമ്മുടെ പടത്തലവൻ അർജുൻ, ചക്രവർത്തി നമ്മുടെ ചങ്ക് അർജുൻ, സൂപ്പർ സ്റ്റാർ അർജുൻ. ഒന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങൾക്കൊക്കെ ഇപ്പൊ എന്താ വേണ്ടത്? നിങ്ങൾ എത്ര നല്ല കാര്യം ചെയ്തെന്നറിയോ? മോന്റെ അച്ഛന്റെ ശുദ്ധ മനസ്സ് പോലെ തന്നെയാ മോനും ചെയ്യുന്നത്. മോന് ഞങ്ങൾക്ക് കിട്ടിയതിന്റെ വലിയൊരു അനുഗ്രഹമാ. ഞങ്ങൾക്ക് ആകെ നന്ദി പറയാൻ മാത്രമേ അറിയൂ. എന്താന്ന് എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? എന്നെ നാണം കെടുത്താൻ വേണ്ടിട്ടല്ലേ നാട് മുഴുവൻ നിങ്ങൾ ഫ്ലെക്സ് അടിച്ച് വെച്ചിരിക്കുന്നത്? മോനെ, കർണൻ അപ്പോഴേ പറഞ്ഞതാ നിങ്ങൾക്ക് ഇതൊന്നും ഇഷ്ടപ്പെടില്ലാന്ന്. എങ്കിലും നിങ്ങൾ ചെയ്ത ഉപകാരത്തിന് ഞങ്ങൾക്ക് നന്ദി പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാ നിങ്ങൾ വന്നില്ലെങ്കിലും ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് പറയുന്നത്. എല്ലാവരും കൂടി നാടകം കളിക്കുന്നു. നായൻ നടുക്കടലിൽ ചെന്നാലും നക്കിയേ കുടിക്കുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്. മുതലാളി, ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങി തിന്നിട്ട് ഞങ്ങളോട് തന്നെ കഴപ്പ് കാണിക്കുന്നു. അയ്യോ സാറേ, അങ്ങനെയൊന്നും പറയല്ലേ സാറേ. മുതലാളിയോട് ചോദിച്ചിട്ടാ ഞങ്ങൾ ഈ പരിപാടി തന്നെ ഏർപ്പാട് ചെയ്തത്. നിർത്തിക്കോ. എല്ലാത്തിനെയും കഴുത്തെ പിടിച്ച് പുറത്താക്കുന്നതിന് മുമ്പ് മര്യാദക്ക് പോവാൻ നോക്ക്. എന്താ നിങ്ങൾ എല്ലാരും കൂടെ ഇവിടെ വന്ന് വഴക്കുണ്ടാക്കുന്നേ? അല്ലേട്ടാ, മുരളിക്ക് അവര് ചെയ്ത ഉപകാരത്തിന് നന്ദി പറയാൻ വേണ്ടി ഞങ്ങൾ വന്നപ്പോ അവരെന്തൊക്കെ മോശമായിട്ട് ഞങ്ങളോട് പറയാ. പിന്നെ പറയില്ലേ, ആര് ചെയ്ത ഉപകാരത്തിന് ആരോടാ നിങ്ങൾ നന്ദി പറയുന്നേ? എന്തായിട്ടാ പറയുന്നേ? താൻ ഇഷ്ടപ്പെട്ട ഹീറോയുടെ അഭിമാനം പോകരുതെന്ന് കരുതി അവന്റെ സ്വന്തം കട എന്റെ പേരിൽ എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് പണം തന്നത് നമ്മുടെ കർണനാണ്. കർണനോ? അവൻ നമ്മളോടൊന്നും പറഞ്ഞില്ലല്ലോ. അവനാണ് റിയൽ ആയിട്ടുള്ള ഹീറോ. അവനോട് വേണം നമുക്ക് നന്ദി പറയാൻ. ഇവിടെ വന്നിട്ട് എന്തിനാണ് നമ്മൾ നാണം കെടുന്നത്? എന്തോ നാടാ, കൂത്താട്ടൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചാ മതി. ഇവിടെ വേണ്ട. മര്യാദക്ക് എല്ലാം ഇവിടെ നിന്ന് ഇറങ്ങി പോക്കോണം. ഒന്ന് മാറി ചേട്ടാ, ഒന്ന് മാറി. സാറേ, ചേട്ടാ, സാറേ, ഇവര് അറിയാതെ ചെയ്തു പോയതാ, ക്ഷമിച്ചു കളാ. ചേട്ടാ, ഞാൻ പറഞ്ഞതല്ലേ ചേട്ടാ. വന്നേ, എല്ലാരും വന്നേ, ഇങ്ങോട്ട് നടന്നേ. വാ മോനെ, എല്ലാം മറച്ചു വെച്ചല്ലേ. നീ എത്ര വലിയ ആളാ. ചേച്ചി എന്തൊക്കെയാ പറയണേ? നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം. വന്നേ, അദ്ദേഹം ടയർഡായിരിക്കും. എടാ ഗോകുല, മനോജ്, നീ എന്താടാ? വന്നേ, വാ പറയട്ടെ, ഞാൻ പറയാം. എന്താടാ, നമ്മുടെ നാട്ടിൽ ഒരുത്തൻ സിനിമയിൽ വലിയ ആളായെന്നും പറഞ്ഞ് നക്കി തിന്നാനായി ഓടിയെത്തുകയാണല്ലോ. അവിടുന്ന് വീണു ഇവിടുന്ന് വീണു എന്നും പറഞ്ഞ് വെള്ളടിച്ചിട്ട് അവൻ എവിടുന്നോ തലയും കുത്തി വീണതിന് സഹായം ചോദിച്ച് നിങ്ങൾ ഓടി വരുമ്പോ ഞങ്ങൾ വാരി അങ്ങ് തരണമെന്നാണോ? ഇത്രയും കാലം വിഴുങ്ങിയതൊക്കെ പോരെ? സിനിമയിൽ ഹീറോ ആവാൻ വേണ്ടിട്ട് എത്രത്തോളം ഇവൻ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നിനക്കറിയോ? അതെ, നിങ്ങൾ സിനിമയിൽ ജയിച്ചു എന്ന് പറഞ്ഞില്ലേ? സിനിമയല്ല ജയിച്ചത്, ആ സിനിമയിലുള്ള ആൾക്കാരുടെ കഷ്ടപ്പാടാ. ഞങ്ങൾ പ്രേക്ഷകരില്ലെങ്കിൽ പിന്നെ എന്താണ് സിനിമ? എന്ത് ജാതി, എന്ത് മതം, എന്ത് ഭേദമൊന്നും അറിയാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചെന്ന് കാശെടുത്ത് ടിക്കറ്റ് എടുക്കുന്നില്ലേ? അവനാണ് ശരിക്കും നിങ്ങളുടെ മുതലാളി. എന്തൊക്കെയാടാ ഈ വിളിച്ചു പറയുന്നത്? നിന്നെ പോലുള്ള ഈ കൂലിക്കാരൊക്കെ മുഖത്ത് പൗഡർ ഇട്ടിട്ടേ ജിങ്ക് ജിഗാന്ന് പറഞ്ഞ ആടുന്നതല്ല സിനിമ. അതിനൊക്കെ എന്റെ മരുമകൻ തറവാട്ട് പറഞ്ഞ പോലെ ജനിക്കണം. എടോ, എന്താടാ സിനിമ? പണ്ട് ഞങ്ങൾ ആടിയ കൂത്ത് തന്നെയാണ് ഇന്ന് സിനിമയായിരിക്കുന്നേ. ഹൃദയമേ ഇല്ലാത്ത ഇവനെ കൊണ്ട് നായകനാൻ പറ്റുമെങ്കിൽ ഇതാണ് ഞങ്ങളുടെ ഒറിജിനൽ ഹീറോ. പ്രേക്ഷകരെ ഞങ്ങൾ വിചാരിച്ചാ ഇവനെയും ഹീറോ ആക്കാൻ പറ്റും. കളിയാക്കിച്ചിരിക്കാണോ? ഞങ്ങൾ കർണനെ വെച്ച് 30 ദിവസത്തിനുള്ളിൽ പടം എടുത്തു. നിങ്ങളെ കൊണ്ട് പിച്ച എടുക്കാനേ പറ്റൂ. തന്തയാരെന്നറിയാത്ത ഇവനെ വെച്ച് സിനിമ എടുക്കും. എടാ മരുമോനെ, ഈ മോന്ത വെച്ചാ ഇവൻ സിനിമയിൽ അഭിനയിക്കുന്നേ. ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല. നിനക്കൊക്കെ പറ്റുന്ന വല്ല പണിക്കും പോടാ. എടുത്ത് കാണിച്ചു തരട്ടെ. നീ ഈ സിനിമ എടുത്ത് കാണിക്കുകയാണെങ്കിൽ ഞാൻ ഈ സ്വത്തുക്കളൊക്കെ നിങ്ങളുടെ പേര് തന്നെ എഴുതി. പക്ഷേ 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ സിനിമ എടുത്തിട്ടില്ലെങ്കിൽ അത് ഞാൻ പറയാം. ഇവിടുത്തെ പൂർവികർ നിങ്ങൾക്ക് തന്ന സ്ഥലം വിട്ട് ഭാര്യയും കുട്ടികളെ എല്ലാം ചേർത്ത് നാട് വിട്ടു പോയേക്കണം. എന്താ ഏൽക്കുന്നോ?
പറയടാ. ഞാനത് ഏറ്റ്. തന്താരാന്നറിയാത്ത ഇവനെ കൊണ്ട് നിങ്ങൾ സിനിമയിൽ അഭിനയിപ്പിക്കാൻ പോകുന്നു. എണീക്കട അവിടുന്ന്. നിന്റെ വിചാരം എന്താ? നീ വലിയ ആളായി പോയിന്നാണോ? അവിടെ പോയി തർക്കിക്കുന്നോ നീ? നമ്മൾ താമസിക്കുന്ന സ്ഥലം മുതൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വരെ അവരിടുന്ന പിച്ചയാണെന്ന് അറിയോ നിനക്ക്? അവരെയൊക്കെ വെറുപ്പിച്ചാൽ എന്താ സംഭവിക്കാനെന്ന് അറിയാവോ? നമുക്കൊക്കെ തീരെ വിലയില്ലാത്തവരാണെന്ന് അവർ വിചാരിക്കില്ലേ? നിന്റെ കൂടെ നടക്കുന്ന മറ്റവന്മാരൊക്കെ ഇപ്പൊ എവിടെയാ? അവരോടൊക്കെ ഇങ്ങനെ എതിർത്ത് സംസാരിക്കുന്ന നിനക്കൊക്കെ എവിടുന്ന് ധൈര്യം വന്നു? നിനക്കൊക്കെ അവിടെ ചെന്ന് മത്സരിക്കാനുള്ള ധൈര്യമൊക്കെ ആയോ? നിന്നെയുണ്ടല്ലോ. വിട്ടേക്കടോ. ഇവനോടൊക്കെ സംസാരിച്ചിട്ട് എന്താ കാര്യം? സ്വന്തമായിട്ട് ബുദ്ധി ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടോ. ആ പിള്ളേർ എന്തൊക്കെയോ പറഞ്ഞു, ഇവൻ അതൊക്കെ അങ്ങ് കേട്ടു. ഇപ്പൊ അവന്മാരൊക്കെ എവിടെ പോയി? അനാഥ ചെക്കന്മാരെ ആടാ നിൽക്കരുത്. മര്യാദയ്ക്ക് എല്ലാറ്റിനെയും കൂട്ടിച്ചെന്ന് അവിടെ കാലി വീണ് മാപ്പ് ചോദിക്കുക. ഇല്ലെങ്കിട്ടല്ലോ വരുന്നടാ. മത്സരിക്കാൻ നടക്കുക ഓരോരുത്തന്മാര്. സിനിമ എടുക്കാനായിട്ട് പണം ആവശ്യമുണ്ടല്ലോ, അതുകൊണ്ടാ ഞാൻ പോയി പണം എടുത്തോണ്ട് വന്നേ. ചേട്ടൻ പറഞ്ഞിട്ട് ഞാൻ കൂട്ടിവെച്ച പണാ. ഈ പണമൊക്കെ സിനിമയ്ക്ക് എടുത്തോ. എൻ്റെ മോൾക്ക് വേണ്ടി കരുതി വെച്ചതാ. മോളെക്കാളും നമുക്ക് ഈ മണ്ണ വലുത്. ജീവനേക്കാളും വലുത് ആത്മാഭിമാന. ഡാളിയ, ഇത് നീ തന്നത് തന്നെയാ നമുക്ക് വേണ്ടി. ചേട്ടാ വാ ചേട്ടാ. എന്താ ആരും കാണുന്നില്ലല്ലോ? എല്ലാവരും എവിടെ പോയിരിക്കുക? എന്താ ഇപ്പൊ കടയും അടച്ചിട്ടിരിക്കുകയാണല്ലോ? അതിപ്പോ ചേട്ടാ ഇതാരൊക്കെയാ നോക്കിയേ? ചേട്ടാ ഇത് കണ്ടോ? നിങ്ങൾ ഇന്നലെ പറഞ്ഞനുസരിച്ച് നാട്ടുകാരെല്ലാവരും കൂടി അവരുടെ വീട്ടിൽ പോയി മാപ്പ് പറയാൻ പോകുന്ന തോന്നുന്നു. ഇവന്റെ വാക്ക് പിന്നെ വെറുതെ ആവോ? നിങ്ങളും വാന്നേ, നമുക്കൊന്ന് നോക്കാം. ഞാൻ
ഞാൻ അവനോടെ ഇന്നലെ പറഞ്ഞപ്പോ അവന് ശരിക്കും മനസ്സിലായിട്ടുണ്ട് എനിക്ക് ദേഷ്യം വന്നിട്ടാ ഞാൻ പറയണെന്നുള്ളത്. എന്നോടാ കളി. എന്തത്? അവൻ മാപ്പ് ചോദിക്കാൻ പോവാന്നല്ലേ പറഞ്ഞത്. എന്നിട്ടിപ്പോ ഇവിടെ വന്നിട്ടിരിക്കാൻ എന്താ? അതെ, എല്ലാവരും ഒന്നായി ചേർന്നിരിക്കുക. നിങ്ങളിപ്പോ ഒന്നും മിണ്ടാതിരിക്കുന്നത് നല്ലത്, അല്ലെങ്കിൽ വല്ല പ്രശ്നമാവും. വാ ചേട്ടാ, നമുക്ക് ഇവിടെ ഇരിക്കാം. എന്താ നടക്കാൻ നോക്കാലോ. വാ. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ മിണ്ടായിട്ട് അങ്ങനെ കാര്യം നടക്കാന്ന് പറ. എന്തായാലും നമ്മള് പടം എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, പൈസയും കിട്ടി. പിന്നെ പടം എടുത്തൂടെ? പെട്ടെന്ന് എടുക്കാൻ സിഗരറ്റാ? ഇത് സിനിമയാടാ. ഇത് ഞഞ്ഞാമിഞ്ഞ കളിയല്ല, സിനിമയാ. അതിൽ അഭിനയിക്കാൻ നടനും നടിയൊക്കെ വേണ്ടേ? നമ്മുടെ സൂപ്പർ സ്റ്റാറില്ലേ, അവരെ പോയി കണ്ട് ഈ പണം അങ്ങ് കൊടുത്ത് ഒരു സിനിമ എടുത്തു തരാൻ പറയണം. അവരുടെ ശമ്പളം എത്രയെന്ന് അറിയോ? കോടിക്കണക്കിന് രൂപ അവർ വാങ്ങുന്നത്. ഈ ബഡ്ജറ്റ് അവരുടെ മേക്കപ്പിന് പോലും തികയില്ല. ഇളയ ദളപതി വിജയ്, തല അജിത്ത്, വിക്രം, സൂര്യ, ആര്യ, അതൊക്കെ ആരാ? ധനുഷ്, ശിവാജി, ശിവകാർത്തികൻ നന്നായിട്ട് കോമഡി സംസാരിക്കുമല്ലോ. ശരിയല്ലേടി? എന്നാ ചിമ്പു, കാർത്തി, ജമിനി ഗണേശൻ, ജയ്ശങ്കർ. അതെ, നിങ്ങളൊക്കെ ഒന്നും മിണ്ടാതിരിക്കുവോ? അളിയാ, നീ എന്ത് പറയുന്നു? കർണ, നീ എന്തെങ്കിലും പറയേ. സിനിമയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ ആദ്യം ഒരു ഡയറക്ടറാണ് വേണ്ടത്. ചേട്ടാ, അവൻ പറയുന്ന പോയിന്റ് എന്താന്ന് കേട്ടോ. ചേട്ടന് കർണനോട് എത്ര ദേഷ്യമുണ്ടെന്ന് പറഞ്ഞാലും അവനെ നിങ്ങളെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് ഓരോന്നും പറയുന്നത്. വിഷയം ആർക്കും അറിയാ, നിങ്ങൾ തന്നെയാ ഡയറക്ടർ. അതെ അതെ, ആ പറഞ്ഞത് ശരിയാ. അവന്മാർ ഇപ്പൊ വരും. അതെ, അതിനെന്താ, നമുക്കിവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ ഉണ്ടല്ലോ, ഭാരതി രാജ. ആളെ കൊണ്ടുവന്ന് നോക്കാമേ. അതൊക്കെ പറയാം. മണിരത്നം, ഒന്നും മിണ്ടാണ്ടിരിക്കേ. ഭാഗ്യരാജ്, വേറെ ആരെങ്കിലും ഒക്കെ പറ. ബാലചന്ദർ, ബാലു മഹേന്ദ്ര, ശരി എന്ന വി പി സിംഗ്. എന്താ പറ്റിയ? നീ ആരാ? വയസ്സായവരോട് ഒരു മര്യാദ ഇല്ല. സിനിമയിൽ ഒരു കുന്തമില്ല. എന്റെ പങ്ക് ഞാൻ എടുത്തോണ്ട് പോവാ. കാശ് കൊണ്ട് കുറെ പണി. ഈ സമ്പാദിച്ച കാശ് കൊണ്ട് ഞാൻ പോവാ. കേട്ടോ, ഈ 1 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും സംസാരിച്ചേ. ഈ പൈസ ഇങ്ങനെ നെറ്റിയിൽ ഒട്ടിച്ചിട്ട് നിങ്ങൾ കുറെ പേരുടെ പേര് പറഞ്ഞില്ലേ, അവരൊക്കെ പോയി കാണിപ്പോ. ഞാൻ കാണിച്ചു തരാടാ, ഞാൻ കാണിച്ചു തരാം. ഞാൻ വരും. നിങ്ങൾ ആരോടാ സംസാരിക്കണം നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ എന്തേലും ചെന്നൊന്ന് പറ, നിങ്ങളുടെ ദേഷ്യമൊക്കെ ഒന്ന് മാറ്റി വെക്കും. അതെ, എന്തിനിങ്ങനെ താമസിക്കുന്നത്? എഴുന്നേറ്റ് ചെന്ന് പറയേ. എനിക്ക് നമ്മുടെ കൂട്ടുകാരൻ സുകുമാരൻ വർഷങ്ങളായിട്ട് സിനിമയിലുള്ളതല്ലേ, അവനെ ഡയറക്ടറാക്കി എന്താ കുഴപ്പം? എന്തത്? വാണേ, എന്തത്? എന്താ നിങ്ങളിവിടെ? എടാ, നാട്ടിലെ ഒരു അത്യാവശ്യ കാര്യമുണ്ട്, ഒന്ന് ഞങ്ങളോടൊപ്പം വേണം. ഒരു സിനിമ ചെയ്യാതെ സൂപ്പർ സുമാർ ഇനി എവിടേക്കും വരില്ല. വളരെ അത്യാവശ്യമാണ്. അത്യാവശ്യമാണ്. ഇവിടെ കക്കൂസുണ്ടാ. എടാ, നീ വന്നേ പറ്റൂ, അല്ലാതെ വേറെ വഴിയില്ല. ഒന്ന് പോയേരാ അവിടുന്ന്. എന്തേരാ ഇന്ത്യന്ന്? എന്റെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ അലമ്പുണ്ടാക്കേ. ആരെന്നറിയോ ഞാന്? ഇതാണ് പറഞ്ഞു പോരാ. അതായത് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരണമെങ്കിൽ ഒരു പടം എടുക്കണം അല്ലേ? സിനിമ എടുക്കാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ലട്ടാ. ഒരു സിനിമ എടുക്കണമെങ്കിൽ അതിൽ കുറെ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അത് പ്രൈവറ്റ് ആണോ ഗവൺമെന്റിന്റെ ആണോ? ഒന്ന് വ്യക്തമാക്കി പറയേ. ഇവൻ ഇത്രയും വിവരം ഉണ്ടായിരുന്നു. എന്താണോ മിണ്ടാതെ? ഏത് തരം ഡിപ്പാർട്ട്മെന്റാ ചോദിക്കുന്നേ? ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് വെച്ചാലേ, സിനിമയില് ഓരോരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു 24 ക്രാഫ്റ്റുകൾ ഉണ്ട്. എടാ മണ്ട ശിരോമണികളെ, ഇവൻ ക്രാപ്പ് എന്ന് പറയണില്ലേ, അതെന്താണെന്ന് നിങ്ങക്ക് മനസ്സിലായ? ഒരു ബുദ്ധിയുള്ളവനുണ്ടല്ലോ ഇവിടെ. നന്നായത്. അതെ ചേട്ടാ, ചേട്ടൻ എന്നോട് പറഞ്ഞേ. അതായത് നിങ്ങൾ എല്ലാരും വന്ന് എന്റെ അടുത്തേ രജനീകാന്തിന്റെ ക്രാപ്പ് വേണം, വിജയകാന്തിന്റെ ക്രാപ്പ് വേണം എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെയാണ് അവർ ഉദ്ദേശിച്ചത്. അതെ മോനെ, അത് 24 അല്ല 30. കറക്റ്റ് ആയിട്ട് പറ. ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ സംഘം നടവും. സംഘം എന്ന് മാത്രം പറഞ്ഞ എങ്ങനെയാ? അവരാരൊക്കെയാണ്, എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ളത് പറ. അത് നമ്മൾ ചെയ്താ പോരെ? ആദ്യം ഒരു മേക്കപ്പ് വേണ്ടേ? മേക്കപ്പ് അയാളും ചെയ്യാൻ വേണ്ടിയാ? അത് ഹീറോയിനൊക്കെ ചുള്ളമാരാക്കണ്ടേ, അതിനെ. അത്രേ ഉള്ളോ? നമ്മുടെ നാട്ടിലെല്ലാം താടി പിടിക്കുന്ന ഇയാളല്ലേ, ഇയാളെ നമുക്ക് മേക്കപ്പ് മാനാക്കാന്നേ. ഇങ്ങനെ ഗോവിന്ദേട്ടാ, നിങ്ങൾ ഓക്കെ? വാ വാ. അപ്പൊ എന്നെ സിനിമയിൽ എടുത്ത് വേറെ ആരൊക്കെ ഇനി വേണ്ടേ? ഒരു കോസ്റ്റ്യൂമറാ. കോസ്റ്റ്യൂമറാ?
അയാൾ എന്ത് ചെയ്യാൻ വേണ്ടിയാ? തുണിയെല്ലാം അലക്കി തേച്ച് കൊടുക്കാൻ വേണ്ടിട്ട്. നമ്മുടെ നാട്ടിൽ തുണിയൊക്കെ അലക്കണ ഇയാളല്ലേ, പിന്നെ എന്താ ആലോചിക്കാനുള്ളത്? ചെല്ലണം അങ്ങോട്ട്. വേറെ ആരെ വേണ്ട പറ. ക്യാമറമാൻ, ഫോട്ടോഗ്രാഫറെ, ഇങ്ങ് വാടാ. എത്തി. നേരെ നമ്മുടെ ആളാ. നമ്മുടെ ഈ നാട്ടിലും വേറെ നാട്ടിലൊക്കെ പോയിട്ടേ കാതുകുത്തിനും കല്യാണത്തിനും 16 അടിയന്തരത്തിനും വരെ ഫോട്ടോ എടുക്കണ ആളാ. വലിയ ഡിമാൻഡുള്ള ആളാ. ചേട്ടാ ഞാൻ പറയട്ടെ, ഇങ്ങനെ എന്ത് പറയുന്നുവോ അതുപോലെ അങ്ങ് പിടിച്ചു കൊടുത്താ മതി. പറ പറ പറ. ഇനി ആരെയും വേണ്ട. ആർട്ട് ഡയറക്ടർ, സെറ്റ് ഇടാനായിട്ട്. ഓ, ആർച്ച് ഉണ്ടാക്കുന്ന ആളാ. ഓ, 10 വർഷമായിട്ട് ഇവൻ സിനിമയിലെ പണിയെടുക്കണമെന്ന് പറയണേ. ആർച്ച് കെട്ടണമെന്ന് പറയാനേ അറിയില്ല. അതെ ചേട്ടാ, അവൻ എന്താ പറയുന്ന വെച്ചാൽ അതുപോലെ ചെയ്തു കൊടുക്കണം. ഇനി ആരെയാ വേണ്ടത്? പറ പറ പറ. സ്റ്റണ്ട് മാസ്റ്റർ. അങ്ങനെ പറഞ്ഞ ഈ സ്റ്റണ്ട് പറഞ്ഞു കൊടുക്കുന്നവനാ. നമ്മുടെ നാട്ടിലെ കുസ്തിക്കാരനല്ലേ ആ നിക്കുന്നേ. ആ മീശ വിരിക്കുന്ന സ്റ്റൈല് കണ്ടില്ലേ? ഇവൻ കളത്തിൽ ഇറങ്ങിയാലുണ്ടല്ലോ നാട് കിട്ട് കിടാ പറയ്ക്കും. പക്ഷേ വാ, പക്ഷേ വാ. ഇനി ആരാ? കൊറിയോഗ്രാഫർ, ഡാൻസ് മാസ്റ്റർ. ഡാൻസ് മാസ്റ്റർ നമ്മുടെ അളിയൻ നിക്കല്ലേ. ഇവനൊക്കെ കളത്തിലിറങ്ങി ഡാൻസ് കളിക്കുന്നത് കണ്ടാലോ. കണ്ട നോക്ക്. ഇനി ആരാ വേണ്ട? അടുത്ത ആളുടെ പേര് പറ. മ്യൂസിക് ഡയറക്ടർ ഉണ്ടാ? മ്യൂസിക് ഡയറക്ടറോ? ഇളയരാജ, ശ്രീകാന്ത് ദേവ, ചന്ദ്രബോസ്, ശ്രീ മഹാദേവ്. ഇതൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോ? MSB. നിനക്കിതൊക്കെ പുതിയതായിട്ട് തോന്നാം, ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു ശീലായി. നിനക്കിനിയിപ്പോ എന്താ ആവശ്യം? മ്യൂസിക് ഡയറക്ടർ അല്ലേ? അതേരാ അണ്ണാ, വിച്ചോണാ വാ ബ്രോ. അണ്ണന്റെ ബാൻഡ് മേളം ഉണ്ടല്ലോ ഈ നാട്ടില് മൊത്തം ഫേമസ് ആണ്. അണ്ണാ, ഇവൻ ചോദിക്കണ പാട്ടില്ലേ അതങ്ങ് സൂപ്പർ ആയിട്ട് അങ്ങ് ചെയ്തു കൊടുക്കണം കേട്ടോ. ഡയറക്ടറെ, അടുത്തത് എന്താ? ആർട്ടിസ്റ്റ് സെലക്ഷൻ. എടോ ഡയറക്ടറെ, വരുന്നു എന്ന് പറയുന്നതല്ല, ഇതുവരെയായിട്ട് ആരും വന്നിട്ടില്ലല്ലോ. ഇതിപ്പോ ഉച്ചയായാലോ? നമ്മുടെ നാട്ടിലത്തെ പെണ്ണുങ്ങളില്ലേ? അതേടാ സ്റ്റാൻഡേ, ഇതൊരു സാധാരണ സുന്ദരിയല്ല, സ്വപ്ന സുന്ദരിയാ. ഹീറോയിന് കാണാൻ പോണ പൂരല്ലേ? നമുക്ക് കാണാലോ നിന്റെ സ്വപ്ന സുന്ദരിയെ. ഫോട്ടോഗ്രാഫർക്ക് ഓൾഡ് ഫാഷൻ, ലിപ്പോഗ്രാഫാണ് ന്യൂ ഫാഷൻ. എന്റെ സ്വപ്ന സുന്ദരി ഇങ്ങോട്ട് വന്നേ. സഹിക്കാൻ പറ്റുന്നില്ല. പല നാട്ടിലും ഡാൻസ് ചെയ്യാൻ പോകുന്നോളാ. ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന എടാ, നീ പറഞ്ഞ സ്വപ്ന സുന്ദരി താണോ? ഞാനിപ്പഴാ കാണണേ. എന്താ അലമ്പുണ്ടാക്കണ്ട. സ്വപ്ന, ഇപ്പൊ എന്താ സീൻ വെച്ചാലേ ഒരു തോട്ടത്തിന്റെ ഉള്ളിൽ കൂടെ നീ നടക്കണട്ടാ. ആ സമയത്ത് ഒരു 4 പേര് നിന്റെ ചുറ്റും കൂടി അവരെന്നെ കണ്ടെന്നുണ്ടെങ്കിൽ റേപ്പ് ചെയ്ത്. ഞാൻ ഇതുപോലുള്ള സീനിലൊന്നും അഭിനയിക്കില്ല. അല്ല, ഇതൊരു സ്വപ്നല്ലേ? 4 പേര് പറഞ്ഞില്ലേ, ബാക്കി 3 പേര് ആരാ? അതെ അതെ, എനിക്കൊരു സംശയം. ഈ സമയത്ത് എന്താ സംശയം? ചെവി കാണിച്ചേ. എന്തൊന്ന് പൊക്കെ ഓക്കടാ. എന്നോട് ചോദിക്കാനുള്ള ധൈര്യം കിട്ടിടാ. ആളുടെ പ്രായം നിന്റെ സൈസ് നോക്കണ്ടേ? എന്തിനാണ് ആളെ അടിക്കുന്നേ? ഇയാൾ എന്നോട് എന്ത് ചോദിച്ചെന്ന് അറിയാൻ എന്താടാ ചോദിച്ചേ? എന്നാ താൻ ചോദിക്കടാ. പറയട്ടാ, എന്താ ചോദിച്ചേ? എന്ത് ചോദ്യാണോ? എന്താണിത്? സംശയം ചോദിച്ചിട്ട് ഇങ്ങനെ എല്ലാരും കൂടി അടിക്കാ?
മര്യാദക്ക് ഇവിടുന്ന് പൊക്കോ. അതാ ഈ നല്ലത്. സംശയം ആരോട് ചോദിക്കണ്ടെന്ന് എനിക്ക് അറിയാം. കടന്നു പോടാ. അതെ സ്വപ്ന, നമുക്ക് ഷോട്ട് പോയാലേ? എനിക്ക് തന്നെ പോവാലോ. അവിടെ ഉണ്ടല്ലോ, അവിടെ ഇരുന്ന് പേടിച്ചിട്ട് ഇങ്ങോട്ട് ഓടി വരിക. എന്തിനാ ഓടി പറഞ്ഞേ? പിന്നില് 4 പേര്, കണ്ണില് കാമവരിയുടെ ഓടി വരിക. അങ്ങനെ നീ കണ്ട വഴി അങ്ങോട്ട് ഓടുക. അത്ര ദൂരത്ത് നിന്ന് ഓടി വരണോ? അത്ര ദൂരം ഓടണേ, ഞങ്ങള് പുറകെ പറഞ്ഞില്ലേ? ഓക്കെ, ക്യാമറ ഫോളോ ചെയ്യല്ലേ? ഓക്കെ സർ. താനെന്താ ക്യാമറയ്ക്ക് മസാജ് ചെയ്യേ? നിക്ക് മോനെ, ക്യാമറ ഓൺ ആക്കണമെങ്കിൽ ആദ്യം സ്വിച്ച് കാണണ്ടേ? സ്വിച്ച് ഒക്കെ അറിയില്ല എന്ന് പറഞ്ഞ എന്ത് തേങ്ങയാണോ? എന്റെ അളിയൻ ഫോറിന്ന് കൊടുത്തയച്ചതാ. ഒരു 1.5 വർഷം അലമാറയ്ക്കുള്ളിൽ തന്നെ ആയിരുന്നു. മോൻ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞപ്പോ അലമാര തുറന്ന് എടുത്തോണ്ട് വന്നാ. ഇത് ഓൺ ചെയ്യാനുള്ള ബട്ടൺ മാത്രം കാണാനില്ല. അത് ശരി, ക്യാമറമാനാണെന്ന് പറഞ്ഞ നാട്ടുകാരെ മൊത്തം പറ്റിക്കാണല്ലേ താൻ. നീ ഫോട്ടോ എടുക്കാനല്ലേ വിളിച്ചേ? എടോ എങ്ങനെയെങ്കിലും പിടിക്കേ. എടോ കാരണ ഇയാളെ വെച്ചൊന്നും പടം എടുക്കാൻ പറ്റില്ലട്ടാ. നോക്ക്, നീ പറയണ എല്ലാവരുടെയും ഞാൻ ജോലിക്കെടുത്ത്. ഈ ഒരു ഒറ്റ പ്രശ്നത്തിന് മാത്രം ഞാൻ പറയണ നീ കേക്കിട്ടാ. സിനിമ എടുക്കാൻ ക്യാമറ വളരെ അത്യാവശ്യ. ചെന്നൈയിൽ എനിക്കറിയണ ഒരാളുണ്ട്, അവനോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറയാ. അവൻ സൂപ്പറായിട്ട് ക്യാമറ ഇടാ, പടം നന്നാവണ്ടാ. അത് വേണം. എല്ലാരോടും ഒന്ന് ചോദിക്കട്ടെ കേട്ടോ. നിങ്ങളെല്ലാരും ഓക്കെ അല്ലേ? ഓക്കെ എന്നാ രക്ഷപ്പെട്ട്. അപ്പൊ ഇന്നത്തേക്ക് ഷൂട്ടിംഗ് ഇല്ല കേട്ടാ. ഇന്ന് ഡിസ്കഷൻ, നാളെ ഷൂട്ട്. ഓക്കെ? ആരണ്ട? ബ്രോ, അപ്പൊ ഇതാണ് ലൊക്കേഷൻ. ഇതാണ് ലൊക്കേഷൻ. അല്ല ഇതാരാ? നമ്മുടെ പുതിയ ക്യാമറമാൻ. അല്ലേ? അതെ, ഇയാളാണ് ഹീറോ. നമസ്കാരം. ഓ, ഇയാളാണ് ഹീറോ. അതെ, പിന്നെ അതാണ് ഹീറോയിൻ. നമസ്കാരം. ഓ, ഇവിടെ തന്നെ നിക്കട്ടെ, ടൈമില്ല. സ്ട്രൈറ്റ് സീനിലേക്ക് പോവാ. കഥ എന്താന്ന് വെച്ചാലേ, ഹീറോയിന്റെ നാടിത്. ഈ നാട്. ഹീറോ അപ്പുറത്തെ നാട്. 2 നാട്ടുകാർ തമ്മിൽ ഹീറോയ്ക്ക് ഹീറോയിനെ കാണാൻ പറ്റില്ല, ഹീറോയിന് ഹീറോയിൻ കാണാൻ പറ്റില്ല. പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടല്ലോ, ഹീറോയിനെ കാണുക. അവനും നോക്കി അവളും നോക്കി, അവളും നോക്കി അവനും നോക്കി. 2 പേരും ഇഷ്ടായി. ഒരു ജാതി മൂഡ്, റൊമാൻറ്റിക് ആയിട്ട് സംസാരിച്ചു. ഇങ്ങനെ റൊമാൻറ്റിക്. എടാ പൊട്ടാ, നിനക്ക് വിവരമുണ്ടോ? എന്നിട്ട് ഈ നട്ട വെയിലത്ത് റൊമാൻറ്റിക്കോ? റൊമാൻസ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? കുളിരെ മഴ പെയ്തുകൊണ്ടേയിരിക്കണം. ആ മഴയിൽ നമ്മുടെ നായകൻ ഇങ്ങനെ നനഞ്ഞിങ്ങനെ വരണം. അത് കാണുമ്പോൾ നമ്മുടെ ജനങ്ങൾ ഇങ്ങനെ കുളിരണം. ഇതാണോ യഥാർത്ഥ റൊമാൻസ്? അതില്ലാതെ എന്തായി പറയണേ? ഞങ്ങളുടെ നാട്ടില് മഴ പെയ്തിട്ട് 3 വർഷമായി. നാട്ടില് വെള്ളം കിട്ടാനില്ല. ഡോ, അതിനെന്തിനാണോ മഴ? 2 ടാങ്കർ ലോറി വിളിച്ചാ പോരെ? അതങ്ങനെ നിർത്തി പമ്പ് സെറ്റ് വെച്ച് അടിച്ചാലുണ്ടല്ലോ, അവിടെ തന്നെ മഴ പെയ്യുന്ന ലെവലേ വേറെ. എനിക്ക് നടന്നു വരാൻ ഈ റോഡ് പോരാ, പിന്നല്ലേ പറ്റിയ ലോറി വരുന്നത്. വേറെ വല്ല വഴി പറയടോ. അതെ, ഇതൊന്നും ശരിയാവും തോന്നില്ല. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. എന്തത്? ഞാനാ ഡയറക്ടർ, നിങ്ങളാ ഡയറക്ടർ. ഞാൻ പറഞ്ഞൊക്കെ ചെയ്തു തരാന്ന് പറഞ്ഞല്ലേ നിങ്ങള്? എനിക്കിപ്പം മഴ വേണം. മഴയോ? മുകളിൽ എന്തിട്ടാണ്? 3 വർഷമായിട്ട് വരാത്ത മഴ മുകളിലേക്ക് നോക്കിയാ വരുമോ? വരും. 1 മണിക്കൂറിനുള്ളിൽ മഴ വരും. 1 അവറിനുള്ളിൽ വരുന്നേ. പ്രണയജ്വാലയില് നിന്റെ മനസ്സ് നീറുക. സൂപ്പറാണ് സാറേ. നീ ആ നാട്ടിലേക്ക് ചെല്ലുക, അവിടെ വർഗീയത കത്തിയെരിയ. നീ നിന്റെ പ്രണയത്തെ കുറിച്ച് പറയാൻ പോണത്. പക്ഷെ അവള് പറയാ, ഇല്ല, ഈ ജന്മത്തിൽ നമ്മൾ ഒന്നും ചേരില്ല. അങ്ങനെ പറയോള്. അപ്പൊ നിനക്ക് ദേഷ്യം വരിക. ആ ദേഷ്യത്തില് ചെപ്പക്കുറ്റി നോക്കി അടിക്കുക. എന്തുണ്ടായേ? മേക്കപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് പാക്കപ്പ് ആക്കുവോ? എന്താണ്ടായേ? ഒരൊറ്റ സംശയം ചോദിച്ചാ. എന്തൊരു സംശയ? എന്ത് സംശയം? എന്നെ അടിച്ചത് അവരോട് ചോദിക്കി. എന്താ സ്വപ്ന? അതെ മോളെ, പണ്ടാറണ്ടായേ. എന്താണോ അവളോട് എന്നെ ചോദിക്കോ? സ്വപ്നേ, സ്വപ്നേ, സോപ്പ് രാധാ സോപ്പ്.
ഞാൻ പറയണെന്ന് കേൾക്കുന്ന ഈ എന്ത് സിനിമയിൽ പ്രശ്നം എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല. എന്തിനെങ്ങനെ ദേഷ്യം പറഞ്ഞേ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒന്ന് നോക്കിയ സ്വപ്നെ, ഇതെന്റെ ജീവിത പ്രശ്ന. അതെനിക്ക് ആവശ്യമില്ല. അതെ, ആ ശവി എന്തുട്ട് ചോദിച്ചേ? അത് അയാളോട് തന്നെ ചോദിക്കേ. അയ്യോ, ഓ, ഓ, ചേട്ടാ, അവളോട് എന്ത് കുന്താ ചോദിച്ചേ? ആ പെണ്ണിനോട് എന്നെ ചോദിക്ക്. കാരണം ഹീറോയിൻ ഇല്ലാതെ ഷൂട്ടിംഗ് നടക്കില്ലേ? ഇനിയിപ്പോ എന്താ ഞാനൊന്ന് ചെയ്യും? ചെന്നൈ പോയിട്ട് ആരും ഇങ്ങോട്ട് കൊണ്ടുവരാൻ നിൽക്കണ്ട. എവിടുന്നേലൊക്കെ പെണ്ണുങ്ങളെ വിളിച്ചു വന്നിട്ട് കഥാനായികേക്കുക. നമ്മുടെ നാട്ടിലില്ലാത്ത പെണ്ണുങ്ങളോ? നിനക്ക് കഥാനായികലുണ്ട്. ദാ പിടിച്ചോ. അയ്യോ അമ്മച്ചി, ഒരു 50 വർഷം മുമ്പാണെങ്കിൽ നോക്കായിരുന്നു. നിക്ക് നിക്ക് നിക്ക്. ദാ ആഹാ, അതേ മുഖാട്ടാ. ഇവളെന്താ ഇതുവരെ എന്റെ കണ്ണിൽ പെടാഞ്ഞേ? ഹീറോയിൻ ഓക്കെ ആയിട്ടാ. വേണ്ട, ഞാൻ സമ്മതിക്കില്ല. സമ്മതിച്ച ശേഷം നിങ്ങൾ ഒന്നായി. ഇത് കണ്ട് നാട്ടുകാർ രണ്ടായി. എന്താ ചെയ്യേണ്ടെന്ന് ആലോചിച്ച് നിങ്ങൾ രണ്ടുപേരും സംസാരിച്ച് ഇങ്ങോട്ട് വരിക. അങ്ങനെ ഇങ്ങനെ നടന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോഴ് അങ്ങനെ വരികയാണ്. ഈ ഷോട്ടാ എനിക്ക് വേണ്ടത്. അങ്ങനെ ഈ ക്യാമറ നോക്കിട്ട് വന്നാലേ ആടും. ഇൻഡസ്ട്രിയിൽ എന്റെ പേര് നശിപ്പോടോ. ട്രക്ക് ആൻഡ് റോളി കൊണ്ടുപോവാ. ട്രാക്ക് ആൻഡ് റോളിയാ? ഡോ പന്തലുകാരാ, എനിക്കൊരു ട്രാക്ക് ആൻഡ് റോളി വേണോടോ. കാലിയാ? ഓ, ട്രാക്ക് ആൻഡ് റോളിന്ന് എന്ന് വെച്ചാൽ എന്താണെന്ന് തെളിച്ചു പറയും. അതുണ്ടല്ലോ, ഈ റെയിൽവേ പാളം കണ്ടിട്ടില്ലേ? അതുപോലത്തെ നടുവിൽ ഇങ്ങനെ കമ്പി കമ്പി ഉണ്ടാവും. ഈ ഭാരതിരാജയുടെ പടത്തിലെ ഹീറോയിനെ ഇങ്ങനെ ഇരുത്തിട്ട് ഇങ്ങനെ വലിച്ചോണ്ട് വരില്ലേ? അതാണോ? നമുക്കൊന്നും ചേരാൻ പറ്റില്ല. അങ്ങനെയല്ല, നമ്മൾ രണ്ടുപേരും ഒന്നാമൻ തീരുമാനിച്ച രണ്ട് നാട്ടുകാർ തമ്മി തല്ലി തീരും. ഇത് നമ്മൾ രണ്ടുപേരും സ്നേഹിക്കുന്നതിന് മുന്നേ ആലോചിക്കണമായിരുന്നു. ഇപ്പൊ എനിക്ക് നിന്നെ മറക്കാൻ കഴിയില്ല. ഇത് നീ എന്നെ സ്നേഹിക്കുന്നതിന് മുന്നേ ആലോചിക്കണമായിരുന്നു. ഈ ജന്മത്തിൽ നമുക്ക് ഒന്നിക്കാൻ പറ്റില്ലേ? കൊള്ളട്ടാ, പതുക്കെ പതുക്കെ വരട്ടെ. ജയിക്കോ ഓക്കെ ആയിട്ടാ. സെയിം ലൊക്കേഷൻ വേറെ ആംഗിൾ എടുക്കാം. ഇനി അടുത്ത സീൻ ഉണ്ടല്ല, നിങ്ങളുടെ പ്രണയം എല്ലാവരും അങ്ങോട്ട് അറിഞ്ഞ് നാട്ടുകാർ കട്ട കലിപ്പിൽ നിങ്ങളങ്ങ് ഓടിക്കുക. നിങ്ങളാണെങ്കിൽ സ്പീഡിൽ ഓടുക. മനസ്സിലായ? ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ വേഗത്തിൽ ഓടണം എന്ന് പറയുമ്പോ കൈ പിടിച്ചിട്ട് ഓടണോ അതോ പിടിക്കാതെ ഓടണം? കാമുകിയുടെ കൈ പിടിച്ച് ഓടണം എന്നുള്ളതൊക്കെ നിന്റെ ഇഷ്ടം. ഇവനെ കൊണ്ട് പടടിപ്പിച്ച എന്ത് കഷ്ടം. റെഡി അല്ലേ? നിങ്ങളൊക്കെ അല്ലേ? ഓക്കെ നോക്കിക്കോ തള്ളല്. ആക്ഷൻ. കട്ട് പറഞ്ഞ അവരോടാ, നിങ്ങളോടല്ല. അയ്യോ, നമ്മുടെ ക്യാമറമാനോടെ. അതെ, സംവിധായക, ഞാൻ പോണ ആളെ നോക്കിയേ. അയ്യോ ഈശ്വരാ, എല്ലാം വന്നേ. ടേക്ക് ഓക്കെ. പിന്നെ ഈ പന്നികളെയൊക്കെ ഒഴിപ്പിക്കാൻ വേണ്ടി ഞാൻ നോക്കി നിൽക്കുകയായിരുന്നു. ഇപ്പൊ അവന്മാര് തന്നെ കുഴിയിൽ വീണില്ലേ? സാറേ, അവിടെ ഗ്രാമത്തില് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴാ ഇൻഫർമേഷൻ കിട്ടി. ഷൂട്ടിംഗാ? എന്താ ഇത്? നീ ഉണ്ടായിരിക്കടാ. സിനിമ എന്ന് വെച്ചാ കുട്ടിക്കളിയാന്ന് വിചാരം? അതെ മാനേജരെ, വാ. നീ എത്രയും വേഗം അവിടേക്ക് ചെന്ന് ഷൂട്ടിംഗ് നിർത്തിവെക്കണം. ശരി സാർ. പോ. ശരി. നിർത്തടാ. ഞാൻ ആരാണെന്ന് വിചാരിച്ചേ? നീ ആരുടെ കളിക്കണെന്നറിയാം? എല്ലാരും അടിച്ചാൻ അലമ്പാക്കില്ലേ? അലമ്പായിന്ന്. എന്നിട്ട് തേങ്ങയോടെ ചെയ്യണേ? പേടിയാവുന്നു സാർ. കൈയും കാലൊക്കെ പറയണ്ടല്ലോ. തനിക്ക് ഷൂറുണ്ടാ? കണ്ടിട്ട് അങ്ങനെ തോന്നണില്ലല്ലോ. സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുന്നത് ആൾ ചെയ്യും. സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കിയത് റൊമാൻറ്റിക് സീനാണ്. എടാ, നിനക്ക് കൊച്ചു കുട്ടികൾക്ക് പറഞ്ഞു നിനക്ക് ഓർമ്മിക്കാൻ പറ്റില്ല? മര്യാദയ്ക്ക് ചെയ്യടാ. ഒരു കുഞ്ഞു ഡയലോഗ് എനിക്കങ്ങനെ കിട്ടിയ പൊളിച്ചേനെ. നീ ചെയ്തു അതെ, ഇങ്ങോട്ട് നോക്ക്. പറയാൻ പറ്റോ? തീർച്ചയായും. കറക്റ്റ് ആയിട്ട് പറയില്ലേ? അഭിനയം എന്താന്ന് അറിയാത്ത നീയൊക്കെ അഭിനയം എന്താന്ന് എന്നോട് ചോദിക്കേ. ഞാൻ നിനക്ക് പറഞ്ഞാലോ എന്താന്ന്. അന്ന് താൻ എന്നോട് എന്തൊക്കെ പറഞ്ഞേ? അഭിനയം പഠിക്കാൻ തന്റെ അടുത്തേക്ക് വരണമെന്നല്ലേ? വേദനിക്കണ്ട. ഇനി മേലെ പറയില്ല. പറ്റുമോ? ഞാൻ നിർത്തടാ. ഞാൻ ആരാണെന്ന് വിചാരിച്ചേ? ആരോടെ സംസാരിക്കണമെന്ന് അറിയോ? എനിക്ക് തലി കൊന്നോളെ. ഞാൻ പുലിയാണ്. ഞാൻ ആരാണെന്ന് അറിയോ? എല്ലാത്തിനും വെട്ടിക്കൊല്ലും. എന്ത് തേങ്ങയാണ് ഇയാൾ പറയണേ? എടാ, നിനക്ക് അഭിനയിക്കാൻ അറിയോല്ലേ? മര്യാദയ്ക്ക് പറഞ്ഞു. നിനക്ക് അഭിനയിക്കാൻ അറിയോല്ലേ? ഡയലോഗ് പറയൂ താൻ. ഇയാളോട് പറഞ്ഞൊക്കെ കേട്ടില്ലേ? ആക്ഷൻ. അടുത്ത ലെവലാതി എന്തിട്ട് ചെയ്യാ? മാറങ്ങട്. ഇങ്ങോട്ട് വന്നേ. നിർത്തണമല്ല. നിങ്ങൾ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? കത്തിക്കും ഞാൻ. നിങ്ങൾ ആരോടെ കളിക്കുന്നത് നിങ്ങൾക്കറിയോ? അർജുൻ സാറെ വെല്ലുവിളിച്ച് നിങ്ങൾ പടം ചെയ്യുന്നു. നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കും.
മര്യാദക്ക് എല്ലാവരും ഇവിടുന്ന് പെട്ടിയും കിടക്കി എടുത്തോണ്ട് പൊക്കോണം. എടാ പോവാൻ. ഒറ്റ ഒരുത്തിന് ഇനി ഈ പരിസരത്ത് കാണാൻ പാടില്ല. ഇതൊക്കെ എടുക്കടാ വേഗം. സൂപ്പർ, അതേ കണ്ണുകള്. അയ്യോ, അതേ ഡയലോഗ് കണ്ടാ, ഇമോഷൻസ് കണ്ടാ, എന്ത് രസത്. മോനെ നീ തന്നെ എന്റെ പടത്തില് നീയാണ് വില്ലൻ. ഡാക്കല്ലേ ഞാൻ എന്താ പറയുന്നേ? രഘുവരൻ. ഞാനെന്താ പറയുന്നത്? നിങ്ങളെന്താ കാണിക്കുന്നേ? അയ്യോ രാധരവി, 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 രാധരവി. ഓശോ, സത്യരാജ്, സത്യരാജ്, സത്യരാജ്. മോനെ മോനെ പെട്ടെന്ന് തന്നെ മേക്കപ്പ് ചെയ്ത് ഡ്രസ് വേഗം ഒന്ന് റെഡി ആക്കിയല്ലേ. അയ്യോ എന്തൊരു അഭിനയം, കമലഹാസൻ തന്നെ. നീ സിനിമയിലുണ്ട്, നീ എന്റെ പടത്തില്. വേഗം റെഡി ആക്കിയേ. നിർത്തിനടാ. നീയൊക്കെ എന്താണ് വിചാരിച്ചേ? നീയൊക്കെ ആരോടെ കളിക്കുന്നെന്ന് അറിയാവോ? കത്തിച്ച് കളയും ഞാൻ. കെട്ടും കടക്കൊക്കെ എടുത്തിട്ട് മര്യാദക്ക് ഇവിടുന്ന് പൊക്കോണം. അതെ കലകിണ്ട്, കലകിണ്ട്, സൂപ്പറുണ്ട്. ഈ ഒരു സീനിൽ നിർത്താന്ന് വെച്ചാ, പക്ഷെ താൻ പടത്തിൽ മൊത്തം ഉണ്ട്. കൺഗ്രാറ്റ്സ്. അടുത്ത എന്താന്ന് വെച്ചാലേ തുടക്കണോ അല്ലേ നോക്കട്ടെ. കൊള്ളാം. ആ സാർ പറയൂ സാർ. എന്താടോ അവിടെ എന്താ വേറെ പരിപാടി? ഇല്ല സാർ, ഇവിടെ ഒരു പരിപാടി ഇല്ലല്ലോ. ആ മണ്ട ശിരോമണികൾക്ക് ഒന്നും അറിയില്ലെന്നാണോ നിന്റെ വിചാരം? അവന്മാരെ വിശ്വസിക്കാൻ പറ്റില്ല. അതെ, നീ അവിടെ തന്നെ ഇരുന്ന് ഒന്നും നടക്കാതെ നോക്കണം, മനസ്സിലായോ? ഓക്കെ സാർ, ശരി സാർ. സാർ അടുത്ത ഡയലോഗ് എന്താ? ഇതാണ് ലൊക്കേഷൻ. ഇവിടുന്ന് ഇങ്ങനെ കറങ്ങിട്ട് വന്നിട്ടുണ്ടല്ലോ. എടാ ചുറ്റിലും ചുറ്റിലും ഒരേ ലൊക്കേഷൻ തന്നെയല്ലേ? നീ ആദ്യം സീന് പറ. ശരി, ഞാൻ പറയല്ലേ. നായകനും നായികയും എവിടെ പോയാലും നാട്ടുകാർ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുക. അതായത് അവരിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഓടുന്ന സമയത്ത് നാട്ടുകാർ അവരുടെ പുറകുണ്ട്. ഇങ്ങനെ ഇങ്ങനെ ഓടി ഓടി ഇങ്ങനെ വീഴുവാണോ? ഞാൻ കാല് തെറ്റി വീണ് പോയത്. സിനിമയാണോ ജീവിതം അറിയാൻ പറ്റുന്നില്ല. ഇതിലെങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് വരിക, ഇങ്ങനെ പോയിട്ട് വാ, ഇങ്ങനെ ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ വെച്ചങ്ങ് സ്റ്റോപ്പ് ആവുക. എല്ലാം റെഡിയായ പാട്ട് സീൻ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. പണി എത്രയും വേഗം തീർന്നു കിട്ടണം, അത്രേ ഉള്ളൂ. എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ ചോദിക്കണം. പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ കൊണ്ടൊന്നും റെഡിയാക്കാൻ പറ്റില്ല. എന്നാ എനിക്ക് ഒറ്റയ്ക്ക് പറയാൻ പറ്റില്ല, മൊത്തമായിട്ട് കേട്ടോ. പറ. നീ നാട്ടുകാരൻ, അവള് വേറെ നാട്ടുകാരി. കല്യാണം കഴിഞ്ഞ എല്ലാവരും ഒരു നാട്ടുകാര്. നിങ്ങളുടെ ഇഷ്ടം ഈ നാട്ടുകാരെല്ലാരും അറിഞ്ഞു. നാട്ടുകാരെല്ലാരും കൂടി നിങ്ങളങ്ങ് ഓടിച്ചിടുക. ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഓടി വരുന്ന സമയത്ത് അവിടെ ഒരു ഫൈറ്റാ. ഫൈറ്റാ? ഫൈറ്റൊന്നും ജിമ്മി ജിപ്പില്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. അത് എത്ര ഡസനാണ് വേണ്ടത്? ഇതൊക്കെ ആരാടാ? ഒന്ന് ചുമ്മാരിക്കടോ. ജിമ്മി 4ാമത്തെ തെരുവിലുണ്ട്. സിബ് നിന്റെ അടുത്തുണ്ട്. പിന്നെന്തിനാ നാളേക്ക് വെക്കുന്നത്? ഇന്ന് തന്നെ ചെയ്യാലോ. അല്ല പിന്നെ ഇവരെന്താ പൊട്ടന്മാരാ? അതായത് ഇവർക്ക് ഈ സാധനങ്ങളൊന്നും അറിയില്ല. നമ്മൾ സമാധാനം പറഞ്ഞു കൊടുക്കുക. ജിമ്മി ജിപ്പ് എന്ന് വെച്ചാ നമ്മുടെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ ഇങ്ങോട്ട് പോവും, എന്നിട്ട് ചെറുന്ന് വെച്ചിട്ട് വട്ടം കറങ്ങും. പിന്നെ ഇങ്ങനെ വടക്കോട്ട് പോവും, പിന്നെ ഇങ്ങനെ തെക്കോട്ട് പോവും. അങ്ങനെ തെക്കോട്ടും വടക്കോട്ടും ഒക്കെ പോയിട്ട് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ നേരെ വന്നാൽ നിൽക്കും. പിന്നെ അങ്ങോട്ട് മുകളിലേക്ക് പോയിട്ട് ഈ നാട് അങ്ങോട്ട് കംപ്ലീറ്റ് കാണാൻ പറ്റും. ഇതാണ് ജിമ്മി ജിപ്പ്. ജിമ്മി ജിപ്പ് റെഡി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദക്ക് ഞങ്ങളെ വിട്ടതല്ലേ പറഞ്ഞേക്കാ. എടാ ഞാൻ ആരോടെ കളിക്കുന്നത് നിനക്കറിയാമോ? നിനക്ക് ശരിക്കും ഞങ്ങളെ അറിയില്ല. നീ ഞങ്ങളുടെ പെണ്ണിനെ വിളിച്ചോണ്ട് പോലടാ. ഞങ്ങൾ ഇത് കണ്ട് വെറുതെ നോക്കി നിൽക്കുന്നോളാം നീ കരുതിയേ. അങ്ങോട്ടടിക്ക്, തിരിച്ചടിക്ക്. കൊള്ളാം, സൂപ്പർ. ക്യാമറമാനെ കെട്ടിയതൊക്കെ നന്നായി. എന്നെ എന്തുണ്ട കെട്ടിക്കണേ? നിക്ക് ശരിയായില്ല. എന്താടാ ഈ ഞോണ്ടിക്കൊണ്ടിരിക്കുന്നേ? അല്ലടാ ഞാൻ കറക്റ്റ് ആയിട്ടല്ലേ ചെയ്യണേ. ഒന്നുകൂടെ ഫൈറ്റ് സീൻ എടുക്കാനുണ്ട്. മാസ്റ്ററെ എന്നെ നന്നായിട്ട് ഇരിക്കട്ടെ. ഞാൻ പറയണ കേക്ക്, ഇതൊക്കെ മതി. ഒരൊറ്റ പ്രാവശ്യം കൂടി രാവിലെ പോലെ എന്നെ കെട്ടിട്ട് ഞാൻ ഓടി പോവുമായിരുന്നു. ഒരു പടത്തിനും ജിമ്മി ജിപ്പും ക്രെയിനും ചോദിക്കില്ല. ഇതൊക്കെയാണ് അവസ്ഥ എന്നറിഞ്ഞെങ്കിൽ ഞാൻ വരുമില്ലായിരുന്നടാ. ഈ കാറ്റാടി യന്ത്രത്തിൽ കൊണ്ട് കെട്ടിത്തൂക്കി ഞങ്ങൾ എന്താടാ ചെയ്യാ? അതെ നീയോട് നല്ല വേഗത്തിൽ പോട്ടടാ. പറയണ അതെ ഡയറക്ടറെ, അത് ശരിയായില്ല, ഒന്നുകൂടെ പോയാലോ? ഞാൻ പറയണതൊക്കെ നോട്ട് ചെയ്യണം. യാതൊരു ശല്യം ഉണ്ടാവാതിരിക്കാനാ ഞാൻ ഇവിടേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നേ. സോങ് ഷൂട്ടിംഗ് നടക്കാൻ പോവാ. സിറ്റുവേഷൻ എന്താ വെച്ചാല് ശിച്ചൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ലടാ മോനെ. നിങ്ങൾ പറഞ്ഞ അയാൾക്ക് മനസ്സിലായില്ല, മലയാളത്തിൽ പറഞ്ഞു കൊടുക്ക്. സാഹചര്യല്ലേ?
അങ്ങനെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നൂടെ? ഹീറോയും ഹീറോയിനും തമ്മില് കട്ട റൊമാൻസ്. റൊമാൻസി എന്ന് പറഞ്ഞ എന്താ നീയാ? മലയാളത്തില് പ്രേമല്ലേ? അങ്ങനെ ക്ലിയർ ആയിട്ട് പറ. എനിക്കുണ്ടല്ലോ ഈ പാട്ടില് എല്ലാ ഇൻസ്ട്രുമെന്റ്സും വേണട്ടാ. ഇഞ്ചുമുട്ടെന്ന് വെച്ചാ ഇഞ്ചി മുട്ടായി മലയാളത്തിൽ പറഞ്ഞു കൊടുക്ക. മലയാളം വാദ്യോപകരണം. ഈ പാട്ടിൽ എല്ലാ വാദ്യം ഉണ്ടാവും. ഇവിടെ ആകെ 4 പിന്നെ എങ്ങനെ എല്ലാം വരിക? ഡയറക്ടറെ, ഈ പാട്ടിന്റെ സ്റ്റെപ്പ് ഓൾഡ് മോഡൽ വേണോ അതോ പഴയ മോഡൽ മതിയോ? ഈ കാര്യം ഞാൻ ഏറ്റു കേട്ടോ. നീ കളിക്കുന്നതൊക്കെ പഴയ സ്റ്റെപ്പ് തന്നെയാ. നീ വായ തുറക്കാതിരുന്നാ മതി. ഏടോ ഗണേശ, ആ 2 കട്ട പിടിച്ചേ. ശിവമണി, നീ ഒന്ന് തട്ടിക്കേ. മാറങ്ങട്. അതെ, ഞാൻ ഉദ്ദേശിച്ച പാട്ട് ഇതൊന്നും അല്ലട്ടാ. പിന്നെ ഏതാ? 2 പേരും ചേർന്ന് ഡാൻസ് കളിക്കണ പാട്ട്. അങ്ങനെയാണ്. എന്നാ ശ്രുതി കേട്ടാലാ? ലൊക്കേഷൻ ചേഞ്ച്. കറണ്ട് പോയല്ലോ. ഇനി എങ്ങനെ ഷൂട്ട് ചെയ്യാ? ഡോ പന്തലുകാരാ, ലൈറ്റ് ആൻ. ലൈറ്റ് റെഡിയായി. എന്താ ഇങ്ങനെ നോക്കുന്നേ? ലൈറ്റ് കുറയണ്ടട്ടാ. വിളക്ക് പൊക്കി പിടിക്കേ. ഈ ജോലി മാത്രമേ ചെയ്യാതിരുന്നിട്ടുള്ളൂ. അപ്പൊ അതും ചെയ്യും. കടന്നു പോ സാത്താനെ. ടേക്ക് ഓക്കെ. അവനെ കണ്ട ഉടനെ ദേഷ്യം വന്നു. കണ്ണിൽ ആ ദേഷ്യം വരണട്ടോ. നിങ്ങൾ 2 പേര് ഈ ജന്മത്തിൽ മാത്രമല്ല അടുത്ത ജന്മത്തില്. ഇവിടെ എന്താ നടക്കുന്നേ? എന്താ നടക്കണേ? നിങ്ങൾ അറിയട്ടാ? പെപ്സി. അതെ, കളറാണോ സർവത്താണോ? ഏയ്, ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നേ. ഡോ കളവാ, നിർത്തണോ? തന്റെ കാടുണ്ടോ? അതെ, താൻ നിൽക്കുന്നത് ഒരു കാട്ടില്ല. ഇത് കണ്ടൽ കാട്, അവിടെ തേക്കും കാട്, അപ്പുറത്ത് ചോലക്കാട്, അവസാനം കാണുന്നത് ചുടുകാട്. ഞാൻ പറയുന്നത് ഈ കാട്. ഈ കാടിനെങ്കിലും പണിയെടുക്കാൻ പറ്റുള്ളൂ. യൂണിയൻ കാട്. ഈ കാട് നിങ്ങൾ എടുത്തുണ്ടോ? ഇതില്ലാതെ ഞങ്ങൾ ഒരുപാട് ജോലികളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഡാ പുറകെ പോടാ. സിനിമ എന്ന് വെച്ചാൽ കുട്ടിക്കളിയല്ല. 24 ക്രാഫ്റ്റ് ഉണ്ട്, 2 ലക്ഷം മെമ്പർ ഉണ്ട്. ഞങ്ങളില്ലാതെ നിങ്ങൾ അങ്ങനെ സിനിമ എടുക്കോ? ഇവിടെ എല്ലാവർക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നിങ്ങളുടെ ഓരോരുത്തരും ഡീറ്റെയിൽസ് എനിക്ക് ഇപ്പൊ വേണം. ഓ, അപ്പൊ ആ ഡീറ്റെയിൽസ് ആണ് വേണ്ടല്ലേ? പന്തലാരാ, അയാളെ ഒരു ഡീറ്റെയിൽ ചോദിക്കുന്നുണ്ട്. അയാളെ കൂട്ടിക്കൊണ്ട് പോയിട്ടേ സമാധാനത്തിലൊന്ന് ഡീൽ ചെയ്യും. അങ്ങനെ പറഞ്ഞു കൊടുക്ക്. ഞാൻ വരുന്നവരെ ക്യാമറ ഓൺ ചെയ്ത് പോകരുത്. ക്യാമറ ഇവിടെ നിർത്തി മാറ്റ്. ഇവനെന്താ വട്ട? ഇത് വലിയ തെറ്റാ. ഞാനിതൊരിക്കലും സമ്മതിക്കില്ല. നിങ്ങൾ എന്താ ചെയ്തോണ്ടിരിക്കുന്നതെന്ന് അറിയോ? ഞാൻ ആരാന്നറിയോ? മിണ്ടരുത്. എന്തിനാ ഒച്ചവെക്കുന്നത്? അവിടെ ഷൂട്ടിംഗ് നടക്കുന്നത് താൻ കണ്ടതല്ലേ? അതെ. എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. ഞാൻ അങ്ങോട്ട് പോവാ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാനൊന്നും പറ്റില്ല. മനസ്സിലായോ? നിനക്ക് വെള്ളം വേണമെങ്കിൽ ദാ ഈ മൺകലം കണ്ടോ? ഡ്രോപ്പ് ആയിട്ട് വരും. കുടിക്കേ. ഓക്കെ? വെള്ളം ഓക്കെ, 1നും 2നും ഒക്കെ ഞാൻ എന്താ ചെയ്യാ? അതിന് നിനക്ക് ചോറ് തന്നല്ലേ? എന്ത് ഭക്ഷണം ഇല്ലെന്നാ? അയ്യോ ഡാ, ആരെങ്കിലും വന്ന് അഴിച്ചു വിടറാ. ശരി, എരുതിയിൽ എണ്ണ ഒഴിച്ച് കളിക്കല്ലേ? മൊത്തത്തിൽ തീർത്തു തരാം. കൂൾ ഡ്രിങ്ക്സ് എന്താ വിശേഷം? എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടണ്ട. ഇനി എന്താ പരിപാടി? എന്ത് വേണേലും ചെയ്തോ, ഞാൻ വരുന്നേ ഇല്ല. നിങ്ങളെ കണ്ടിട്ടുമില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല. എന്നെ ഒന്ന് അഴിച്ചു വിടു ചേട്ടാ, ഞാൻ പൊക്കോളാം. ചേട്ടാ ഒന്നുകൂടെ വന്നേ. എന്താടാ, ഇവരെ തല്ലണോ? അയാളങ്ങ് അഴിച്ചു വിട്. നിങ്ങളുടെ ഭാര്യ എന്താന്ന് കുട്ടികളും ഒക്കെ എപ്പോഴും ശരി. അയ്യോ, നിങ്ങൾ പടം എടുക്കാതിരിക്കേ എന്തോ ആയിക്കോ. നിങ്ങൾ എന്റെ കഴുത്തിൽ നിന്ന് മായ എടുത്തില്ലല്ലോ. കണ്ണ, നമ്മളിനി അടുത്തെടുക്കാൻ പോകുന്ന സീനാന്ന് അറിയാൻ നിനക്ക്. ഇത് നമ്മുടെ സ്റ്റോറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സീനാണ്. എന്താ ഇവിടെ നടക്കുന്നത്? 10 ദിവസമായിട്ട് തിയേറ്ററിലേക്കൊന്നും ആരും വരുന്നില്ലല്ലോ. നിങ്ങളെ വിശ്വസിച്ചിട്ടാ തിയേറ്റർ തുടങ്ങിയത്. ചേട്ടാ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇത്രയൊക്കെ സംഭവിച്ചോ? അതെ ചേട്ടാ. കുറെ നാളായിട്ട് എനിക്കൊരു പടം എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ നിങ്ങളൊപ്പം ചേരട്ടെ? ഓക്കെ, നിങ്ങളുടെ ഷൂട്ടിംഗ് നടക്കട്ടെ. നാളെ നിങ്ങൾ എല്ലാവർക്കും ഭക്ഷണം എന്റെ ദിവസങ്ങൾ പോവാണ്. ഫൈറ്റ് എടുത്തിട്ടില്ലല്ലോ. വീടെന്ന് പൂട്ടിരിക്കണേ. ആരും ഇല്ലേ ഇവിടെ? മാസ്റ്റർ, ഫൈറ്റ് മാസ്റ്ററേ. ആരടാ അവിടെ നിലവിളിക്കണേ? താനെങ്ങനെ ഇവിടെ ജാമായേ? ഞാൻ കുളിക്കാൻ വേണ്ടി വന്നോ. കുടിക്കാനാണ് കുളിക്കാനാണ്? കുടിച്ചു, ഛർദിച്ചു കളഞ്ഞു. ഞാൻ ഇപ്പൊ കുറച്ച് ടെൻഷനിലായിരിക്കണേ. ഞാൻ രാവിലെ തന്നെ ഇറങ്ങിയതാ, പക്ഷെ ഇവിടെ കുടുങ്ങിപ്പോയി. അയാളെങ്ങനെ തൂക്കി പുറത്തെടുക്ക്. അയാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണേ. സൂക്ഷിച്ച് മധുരം പൊളിക്കണ്ട.
പറയടാ ഞാനിവിടെ റെഡി ഉണ്ട്. വെള്ളത്തിലാണല്ലോ ഇപ്പൊ എന്തുട്രാ ചെയ്യാ? അത് നീ തന്നെ പറ. ധൈര്യമായിട്ടിരിക്കടാ. ആരാ ഇവരൊക്കെ വഴിയിൽ വട്ടം നിൽക്കുകയാണല്ലോ. എല്ലാം സെറ്റ് ആയിട്ടാ. എന്താ ഞങ്ങളുടെ ഹീറോനെ എതിർത്ത് നീ പടം എടുക്കടാ. അത്രയ്ക്ക് അഹങ്കാരാണോ നിനക്ക്? തല്ലിക്കൊന്നാലും ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത അനാഥനായ നിനക്ക് അത്രയ്ക്ക് അഹങ്കാരാണോ? തല്ലിക്കൊല്ലണവനെ. ഇങ്ങോട്ട് നോക്കല്ലേ, അങ്ങോട്ട് നോക്കടാ പോട്ടെ. എടുക്ക് എടുക്ക്, ഒന്നും മിസ്സാക്കല്ലേ. ഓക്കെയാടാ, പതുക്കടിച്ചാ മതി. അവൻ കാണൂടാ, താനങ്ങോട്ട് ഉരുണ്ടേ. വേഗം വന്നേ. ഇവര് ഓടുക. ചാൻസ് തരാന്ന് പറഞ്ഞു വിളിച്ചു വരുത്തിട്ട് എന്നെ തല്ലു കൊള്ളിച്ചല്ലേ. എന്റെ ഏരിയക്ക് വേണം നിന്നെ കാണിച്ചു തരാം. ഞങ്ങൾ സിനിമ എടുത്ത് കാണിക്കൂടാ. നീ സൂപ്പറായിട്ടാ തകർന്നു. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? കർണ എല്ലാം നമുക്ക് വേണ്ടിട്ടല്ലടാ. ദിവസങ്ങൾ കുറഞ്ഞോണ്ടിരിക്കല്ലേ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സീൻ ഉണ്ടാക്കിയത്. നിന്നോട് പറയാഞ്ഞ തെറ്റന്നെയാ, ക്ഷമിക്കടാ. നിനക്ക് വേദന എടുക്കണ്ട, എനിക്ക് വേദനയില്ല. അനാഥനാണെന്ന് വിളിക്കാൻ പറഞ്ഞില്ലേ? കർണ വലിച്ചെറിഞ്ഞ എൻ്റെ അച്ഛൻ, അയാളെ തേടി നടക്കുന്ന മകൻ, അവർ രണ്ടുപേരും ഒരുമിച്ച് വരുന്ന അത്ഭുത നിമിഷങ്ങൾ. എങ്ങനെയാ പറയേണ്ടത്, എന്താ പറയേണ്ടതെന്നുള്ള വിമുഖത. എനിക്കാണെങ്കിൽ സങ്കടം. നിങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ അറിയേണ്ട പേര് ഞാൻ പറഞ്ഞ് നിങ്ങൾ അറിയേണ്ടതായിട്ട് വന്നല്ലോ. ഇവിടെ ആരും തന്നെ ഇല്ല. ഒരൊറ്റ തവണ ഞാനൊന്ന് വിളിച്ചോട്ടെ. അപ്പാ എന്ത് ചെയ്യണേ? ക്ലീൻ ചെയ്യണ്ടേ? ആദ്യം തന്നെ തോർത്തോണ്ട് ക്ലീൻ ചെയ്ത നന്നായിട്ട് ഫീൽ ചെയ്തിട്ട് അച്ഛനൊന്ന് വിളിച്ചേ. അല്ല അച്ഛനല്ല, ഒരു പ്രാവശ്യം കൊണ്ട് ചെയ്യണം. നന്നായിട്ട് ധൈര്യമായിട്ട് ചെയ്യടാ. എത്ര ഫീൽ ചെയ്തിട്ട് എഴുതിയ സംഭവം അറിയോ നിനക്ക്? ഈടാ ഭയങ്കര പഴയ സിനിമയിൽ ഡയലോഗ് അടിച്ചു മാറ്റിയിട്ട് ഇത് ഇവന്റെ ഡയലോഗ് ആണെന്നാണല്ലോ പറയുന്നേ. അവിടെ നിൽക്കണ ആരാ? നിന്റെ അപ്പൻ. അയാളുടെ മനസ്സിൽ വലിയൊരു രഹസ്യമുണ്ട്. ആൾക്ക് 2 മക്കളാ, അതിലൊരാളാണ് നീ. എന്ന് വെച്ചാൽ നിങ്ങൾ ജനിച്ചോടനെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി. നിന്റെ കൂടപ്പുറപ്പ് ഒരുത്തൻ അവിടെ ഉണ്ട്, നീ ഇവിടെ ഉണ്ട്. നിന്റെ അപ്പൻ ആരാണെന്ന് നിനക്ക് അറിയില്ല. പെട്ടെന്ന് ഒരു ദിവസം നീ കണ്ടുപിടിക്കുക. അപ്പോഴാണ് ഈ ഡയലോഗ് നീ അയാളോട് പറയണേ. അങ്ങനെ നീ അയാളെ അച്ഛാന്ന് വിളിക്കുമ്പോ അയാൾ ചെയ്ത് തെറ്റാന്ന് അയാൾക്ക് തോന്നും. ആ അപ്പനാ വരണ്ടേ ഒന്ന് പറഞ്ഞേ. അപ്പാ സാറേ, സാറ് വന്നേ. നീ വന്നേ സാറേ. നമസ്കാരം. നമസ്കാരം. ആ ഇപ്പൊ ലൈറ്റിംഗ് ഒക്കെ ഓക്കെ. ആ ആക്ഷൻ റെഡി, പോവാം. എടാ നിങ്ങളൊക്കെ ഇത് എവിടെ പോയടാ? ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങൊന്നേ.
എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. എന്ത് നടന്നാലും അത് നല്ലതിനാണെന്ന് വിചാരിച്ചാൽ മതി. ഇനി എന്ത് നടക്കാൻ പോകുന്നോ അതും നല്ലതിനാണെന്ന് വിചാരിക്കുക. രാവിലെ മുതൽ പണിയെടുത്ത് എല്ലാവരും വിശന്നിരിക്കുന്നല്ലേ? എല്ലാവരും വയറ് നിറച്ച് പോയി ഭക്ഷണം കഴിക്കും. സാറേ അത് പിന്നെ ശരി ശരി, സാറില്ല, പോയി കഴിക്കേ. പോ. നങ്ങട് ചെല്ലട്ടെ. മോനെ, ഈ കഥ ആരുടെയാ? കഥ, തിരക്കഥ, സംഭാഷണ, സംവിധാനം ഒക്കെ ഞാൻ തന്നെയാ. ഓ, അപ്പോ ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം എന്റെ തോട്ടത്തിലുള്ള വീട്ടിലേക്കൊന്ന് വരാമോ? അതിനെന്താ, ഞാൻ വരാല. നിങ്ങൾ തുടക്കം പോലും പറയണില്ല, പറയുന്നൊക്കെ എന്താ പറയണ്ടെന്ന് നിങ്ങൾ പറയില്ല. നിന്റെ കയ്യിൽ ഈ കഥ ആരാടാ നിനക്ക് പറഞ്ഞു തന്നത്? മോനെ, എന്നെ എന്തിനാ നോക്കുന്നേ? അദ്ദേഹമല്ലേ ചോദിച്ചേ, ആളോടങ്ങ് പറഞ്ഞാ പോരെ? മുതലാളി, സത്യത്തിൽ എനിക്കൊന്നും അറിയില്ല കേട്ടോ. സാറേ, ഇത്രയും കാലം രഹസ്യമായിട്ട് സൂക്ഷിക്കുന്ന കാര്യങ്ങളില്ലേ, അത് ഞാൻ പറഞ്ഞുതരാ. ആദ്യം എന്നെ ഒന്ന് അഴിച്ചു വിട്ടൂടെ? സാറേ, ഒരു മിനിറ്റ് നിൽക്കണേ. സാറേ, ഇത് ആദ്യത്തെ കൺമണി. ഈ പടം ആകാശദൂത. ഇത് മിന്നാരെന്ന് പറഞ്ഞ. ഇത് ആരോരും അറിയാതെ. ഈ DVD-യിൽ 2-3 പടം ഉണ്ട് കേട്ടാ സാറേ. ഇതില് മലയാളം മാത്രമല്ല, ഹിന്ദി, തെലുങ്ക്, തമിഴ്, പഞ്ചാബി, ഉറുദു, ഭോജ്പുരി. അതെന്തുപുരിയാ? അതൊരു ഭാഷ. ഈ സിനിമയിലൊക്കെ പിള്ളേരെ മാറ്റുന്ന കഥയുള്ളത്, അതാ ഞാൻ എടുത്തത്. അല്ല സാറേ, ആ സീൻ അടിച്ചു മാറ്റിയതിനെ നിങ്ങൾ ഇങ്ങനെ അടിച്ചില്ലേ? എനിക്ക് മാത്രം കിട്ടിയ അടിയല്ല ഇത്, സിനിമാ മേഖലയ്ക്ക് മൊത്തം കിട്ടിയ അടിയത്. എന്നാ സാറേ, ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ? എന്തിന്? എന്നെ ഒന്ന് പുഴുങ്ങിയെടുക്കാൻ കൊടുക്കണം സാറേ. പിന്നെ ഇത് പുറത്തു പറയില്ലല്ലോ സാറേ, ഞാനിത് ഒരിക്കലും പുറത്തു പറയില്ല. നിങ്ങളെ ഇവിടെ നടന്നത് ആരോടും പറയരുതിട്ടാ. സാറേ, ഇങ്ങനെ 2 കുട്ടികളെ മാറുന്ന കഥയ്ക്ക് തന്നെ നിങ്ങളിങ്ങനെ അടിക്കുകയാണെങ്കിൽ മൈക്കിൾ മദന കാമരാജ് എന്ന് പറഞ്ഞൊരു പടം ഉണ്ട്, കണ്ടിട്ടുണ്ടാ? കാണരുത് സാറേ, കാണരുതിട്ടാ. അമ്മേ, മുതലാളിമാരൊക്കെ ഇങ്ങനെ തോട്ടത്തിലേക്ക് വിളിച്ചാ കണ്ണടച്ചിറങ്ങി പോവരുത്, കഥ മാറിപ്പോ. ശരി, അത് ഞാൻ നോക്കിക്കോളാം. ഈ നാട്ടുകൂട്ടൊക്കെ നടത്തുന്നവര് വെറുതെ അഹങ്കരിക്കുക. അതുകൂടാതെ അളിയനും ചെലക്ക് കിട്ടി നിർത്തിക്കൊടുക്കാം. ആരുടെ ഈ വഴി കല്ലുകൊണ്ടിരിക്കുന്നേ? അറിയില്ല മുതലാളി. മുതലാളി, നമ്മുടെ മുതലാളി ആരെ വെട്ടി? ഒന്ന് വേഗം വാ. സാർ, പേഷ്യന്റിന് റെസ്റ്റ് ആവശ്യമാണ്, അധികം സംസാരിപ്പിക്കല്ലേ. സാറേ, ഇത് ചെയ്ത ആരാ സാറേ? നാടാകെ കത്തി നിൽക്കുക. എന്താ, എല്ലാരും വന്നിട്ടുണ്ടോ? ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി സാർ, എല്ലാറ്റിനെയും വെട്ടിയെറിഞ്ഞ് തൊള്ള. അതൊന്നും വേണ്ട മോനെ, എല്ലാം ഞാൻ നോക്കിക്കോളാം. നീ പോയി നിന്റെ ജോലിയെല്ലാം ഭംഗിയായിട്ട് തീർക്ക്. ഞങ്ങൾക്കിപ്പോൾ അതൊന്നുമല്ല വലുത്. എന്നെ നീ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ചെയ്യേ, എല്ലാം നല്ലതേ നടക്കൂ. പോ. വാട്ട് ഈസ് ദിസ് സർ? ഞാൻ എന്താ തന്നത്, സാർ എന്താ എഴുതിയിരിക്കുന്നത്? താൻ എന്തായി പറയുന്നേ? സർ, അവര് പാവപ്പെട്ട ആൾക്കാരാണ്.
ദേ വെരി ഇന്നസെന്റ് പീപ്പിൾ. അവരെടുത്ത് പോയി ചലഞ്ച് ചെയ്ത് കളിക്കാണോ സർ? ജനങ്ങളെ കുറിച്ച് നിങ്ങൾ ബോധപ്പെടാവണ്ട. മാഗസിന്റെ വിൽപ്പന ഉണ്ടോ ഇല്ലയോ, അവരെ കുറിച്ച് നല്ലത് മാത്രം എഴുതാനാ മാസം മാസം നമുക്ക് പൈസ തരുന്നവര്. മനസ്സിലായോ? ഞാൻ എന്തോ പറയുന്നു അത് മാത്രം ചെയ്യേ. ഇത് കൊണ്ടുപോയി അർജുന്റെ വീട്ടിൽ കൊടുത്തിട്ട് വാ. മനസ്സിലായോ? ഓക്കേ സർ. ഈ ജാതി ജാതി എന്ന് പറഞ്ഞ എന്തിനാണ് ഇങ്ങനെ തമ്മിൽ തല്ലണത്? അപ്പൊ ജാതി ഇല്ലേ? ലോകത്തിലാകെ 2 ജാതിയേ ഉള്ളൂ. ഒരു പാവപ്പെട്ടവനെ നന്നാക്കുന്നവൻ മേൽജാതി, മറ്റൊരുത്തനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവൻ കീഴ്ജാതി. ഇതിൽ നീ ഏതാ ജാതി എന്ന് നീ തന്നെ തീരുമാനിച്ചോ. ഇതാണ്ടാ ഡയലോഗ്. അവസാന ദിവസം അവസാന സീന് ക്ലൈമാക്സ് തീർക്കുന്നു. താനൊന്നും ഉണ്ടായിരുന്ന ഈ പണിയൊന്നും തീർക്കട്ടോ. എങ്ങനെയെങ്കിലും പറ. അയ്യോ എന്തത്? അയ്യോ സുഖു കർണ, നമ്മുടെ ക്യാമറമാനെ കാണാനില്ല. തന്നെ ക്യാമറമാൻ ആക്കാത്തതിലുള്ള അസൂയലടോ. അയാൾ ഇവിടെ എവിടെയെങ്കിലും കണ്ടുപിടിക്കും. അയ്യോ ഇല്ല, ഞാൻ എല്ലാ സ്ഥലത്തും നോക്കി. അവൻ ടൗണിൽ പോയതാ, പിന്നെ തിരിച്ചു വന്നിട്ടില്ല. നമ്മൾ ഷൂട്ട് ചെയ്ത സാധനമൊക്കെ ഒരു പെട്ടിയിലുണ്ടായിരുന്നു, അതും കാണാനില്ല. റൂമിൽ ക്യാമറമാൻ ഇല്ല. അതാരാടാ? എന്താ ക്യാമറമാനെ നോക്കിക്കൊണ്ടിരിക്കുകയാണോ? അവൻ ഇനി വരാൻ പോകുന്നില്ല. ആ അർജുൻ അവനെ വിലക്കെടുത്തു. അതെ സാറേ, നാട്ടുകാരൊക്കെ കൂടി ചേർന്നിട്ട് എന്നെ ഉണ്ടല്ലോ ഒരു വഴിയാക്കി. ഞാൻ എന്തിനാ അങ്ങോട്ട് പോയെന്ന് തോന്നിപ്പോയി. ഭാഗ്യത്തിനാ നിങ്ങൾ വന്ന് വിളിച്ചത് സാറേ. പക്ഷെ ഒരു കാര്യമുണ്ട് സാർ, നമ്മുടെ ഈ ടെക്നോളജിയൊക്കെ അവരുടെ മുമ്പിൽ ഒന്നുമല്ല സാർ. എത്ര വലിയ ചിന്താഗതി എന്നറിയോ സാറേ? അതല്ല സാർ, സിനിമ എന്ന് വെച്ചാൽ ചെറിയ എന്തോ ആണെന്ന് അവര് വിചാരിച്ചിരിക്കുന്നത്. പൊട്ടന്മാര്. എന്താ എഡിറ്റർ സാർ കൊണ്ട് തരാൻ പറഞ്ഞു, അതാ വന്നേ. അവിടെ വെച്ചിട്ട് പോക്കോ സാർ. അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ സാറിന്റെ അടുത്ത പടത്തില് ഞാനല്ലേ സാർ ക്യാമറമാൻ? നീ ഷൂട്ട് ചെയ്തല്ല ഈ ഹാർഡ് ഡിസ്കിൽ തന്നെ ഇല്ലേ? അതെ സാറേ. അപ്പൊ ഞാൻ വാക്ക് പറഞ്ഞതും അതുപോലെ ചെയ്യാം. അതറിയാം സാറേ, സാറ് പറഞ്ഞ പോലെ ചെയ്യും. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ സാറേ. ശരി സാർ, പോയിട്ട്. ശരി പോ മരുമോനെ. ഇനി 5 ദിവസം കൂടിയുള്ളൂ. എന്റെ മനസ്സ് സമ്മതിച്ചില്ല. ഇത് നിങ്ങളുടെ ജീവിത പ്രശ്ന. അതുകൊണ്ട് ഞാൻ ഇത് നിങ്ങളോട് പറയാൻ വന്നേ. ഇതിനെല്ലാത്തിനും കാരണം ഞാനാ. ഞാൻ കാരണം എല്ലാം നശിച്ചത്. എല്ലാരും എന്നോട് ക്ഷമിക്കും. എന്താണ് പറയുന്നേ? ജീവനേക്കാളും വലുത് അഭിമാനാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവരുടെ കാലി വീഴാൻ പോവാ. ഈ ലോകത്തെ സൃഷ്ടിച്ച ദൈവം അവരുടെ ആ സൃഷ്ടി നിർത്തിയിട്ട് അതെല്ലാം നമ്മളെ പോലെയുള്ള ഓരോ മനുഷ്യർക്കാണ് നൽകിയിരിക്കുന്നത്. സ്വർഗം എങ്ങനെയാണ്, നരകം എങ്ങനെയാണ്, ദൈവം എങ്ങനെയാണെന്നൊക്കെ കാണിക്കുന്നത് നമ്മളെ പോലെയുള്ള കലാകാരന്മാരാ. കലയും ധർമ്മവും രക്തത്തിൽ കലർന്നിരിക്കണം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഇത്രയും കാലം ഞാൻ നോക്കി കാണുമായിരുന്നു. നിങ്ങൾ ചെയ്തത് നിസാര കാര്യമൊന്നുമല്ല. ഇത്രയും കാലം അഭിനയിച്ചത് നിങ്ങൾ, എല്ലാ കാര്യങ്ങളും ചെയ്തത് നിങ്ങൾ, എല്ലാം നിങ്ങൾ ചെയ്തില്ലേ? ഇതെല്ലാം ഇപ്പൊ എവിടെ പോയടാ? അതൊക്കെ നിങ്ങളുടെ അടുത്ത് തന്നെയാ. ഞങ്ങളൊക്കെ 1 മണിക്കൂർ കൂത്തിന് ഒരാഴ്ച പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവരാ. ഇത്ര നാളും നിങ്ങൾ ചെയ്തത് പ്രാക്ടീസ് ആണെന്ന് വിചാരിക്കേ. നിങ്ങളുടെ വേഗതയ്ക്ക് 30 ദിവസമൊന്നും ആവശ്യമില്ല, 30 മണിക്കൂർ മതി. സാറ് പറയുന്നത് ശരിയാണെന്നാ എനിക്ക് തോന്നുന്നത്. ഈ ലോകത്തിൽ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. നിങ്ങളെ കൊണ്ട് സാധിക്കും. കൊച്ചിയിൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്റെ കൂടെ പഠിച്ച കൂട്ടുകാർ ഇവിടെ വരും. അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. എന്തിനാ നിങ്ങൾക്ക് 30 ദിവസം? നിങ്ങൾക്ക് 1 ദിവസം മതി. വരുന്നടാ.
എന്താ മോനെ ഇത്? നീ എന്തിനാ എന്നെ അടിക്കുന്നത്? അതും പറഞ്ഞ് ഇതും പറഞ്ഞ് എന്റെ കൂടെ കൂടി എന്റെ അച്ഛന്റെ മേലെ കൈവച്ചല്ലേ. ഇത് കർണനും അർജുനും ഇടയ്ക്കുള്ള മത്സരമാ. ഇത് ഞാൻ നോക്കിക്കോളാം, നിങ്ങളെ മാറി നിന്ന് കണ്ടാ മതി. ചേട്ടാ എന്താടാ എപ്പോഴാ പടവിടുന്നേ? എന്താ ഞാനാ ഇപ്പൊ പടരില്ല എന്ന് പറഞ്ഞത്? നിങ്ങൾ എടുത്ത സിനിമ ആണ് എനിക്കും ആഗ്രഹം ഉണ്ടെന്നേ. ഇതുവരെ ക്യൂബിൽ നിന്ന് ഒരു വിവരവും വന്നിട്ടില്ല. ട്യൂബ് ഒന്നും വേണ്ട ഏട്ടാ, മുതലാളിയോട് സംസാരിച്ചിട്ട് ആ പടം ഒന്നിട്ട് കാണിച്ചാൽ മതി. ഞാൻ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക, ആരെങ്കിലും ഫോൺ എടുക്കണ്ടേ? എടാ നീ കർണനെ ഒന്ന് വിളിച്ചു നോക്കിയോ? അളിയാ ഞാനും അവനെ വിളിച്ചടാ, അവൻ ഫോൺ എടുക്കുന്നില്ല. അപ്പൊ പഴയ പടം തന്നെ ഇടേണ്ടി വരും. ചേട്ടാ അങ്ങനൊന്നും പറയല്ലേ, അവരിപ്പോ തന്നെ വരുന്നേ. ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാം. ചേട്ടൻ ദേവി ഇതൊന്നകത്ത് വെയിറ്റ് ചെയ്യും. എങ്ങും പോയേക്കല്ലേ. ശരി നോക്കാം. എടാളിയ അവര് വരുമല്ലോ അല്ലേ? വരൂടാ. അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞതാ, നിങ്ങളത് അനുസരിച്ചില്ല. ഇപ്പൊ കണ്ടില്ലേ നീ എന്താവും പോകുന്നതെന്തോ. എനിക്ക് അവര് വരും തോന്നുന്നില്ല. ഇങ്ങനെ ഓരോരുത്തർ സംസാരിച്ചിട്ട് എന്താ കാര്യം? നമ്മുടെ കർണനെ കുറിച്ച് നിങ്ങൾ ആരെല്ലാം ആലോചിച്ചോ? നമുക്ക് വേണ്ടിയല്ലേ അവൻ ഇതൊക്കെ ചെയ്തേ. അവന് എന്ത് പറ്റിയോ എന്തോ. ഇപ്പൊ നമ്മൾ വിഷമിച്ചിട്ട് എന്താ കാര്യം? നമ്മൾ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നറിയില്ല. എല്ലാം വിധി തന്നെ. അവരായിട്ട് നമ്മളെ തല്ലി ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുന്നതിന് മുമ്പായിട്ട് നമ്മളെല്ലാവരും ഇവിടെ നിന്ന് പോകുന്നതാ നല്ലത്. എന്തായാലും എന്താ, കുറച്ചു ദിവസം താമസിക്കാനായിട്ടൊരു കൂട് കിട്ടിയതുപോലെയായി. ഇപ്പോ അതൊക്കെ ഇല്ലാതായി.
എല്ലാവരും എന്താ ഇങ്ങനെ നോക്കുന്നേ? നമ്മളെല്ലാവരും നാടോടികളല്ലേ, കുറച്ച് ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കണം. പതിയെ പതിയെ അത് ശീലായിക്കോളും. എല്ലാവരും വാ പോവാം. നമ്മുടെ കർണം വന്നല്ലോ. എടാ നിങ്ങൾ എവിടെയായിരുന്നു? എന്താ പറ്റിയത്? അളിയ, നിന്നെ കണ്ടപ്പോഴാ എനിക്ക് സമാധാനമായത്. എല്ലാം വിശദമായിട്ട് പറയാവാ. കർണ, വിവരം എന്താന്ന് അറിയാതെ ഞങ്ങളുടെ മനസ്സ് വിഷമിച്ചിരിക്കുക. എല്ലാം അവസാനിച്ചു മോനെ. ഒന്നും അവസാനിച്ചിട്ടില്ല. ഇനിയാണ് നമ്മൾ ജീവിതം തുടങ്ങുന്നത്. നമ്മൾ ചെയ്ത പടം ഈ നാട്ടിൽ മാത്രം റിലീസ് ആവാത്തത് ബാക്കി എല്ലാ നാട്ടിലും റിലീസ് ആയിട്ടുണ്ട്. നമ്മൾ ചെയ്ത പടം കണ്ട പ്രസിന്റെ ആൾക്കാരെല്ലാം, മീഡിയയുടെ ആൾക്കാരെല്ലാം നമ്മുടെ ആൾക്കാരുടെ ഇന്റർവ്യൂ എടുക്കാൻ വന്നിട്ടുണ്ട്. ആ അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തോണ്ടിരുന്നോണ്ടാ കുറച്ച് ലേറ്റ് ആയി പോയത്. ദൈവത്തിന്റെ കാരുണ്യം നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാർക്കുണ്ട്. അതുപോലെ നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് പാടുപെട്ടു മോനെ. ഞാൻ അഭിമാനിക്കുന്നത്. മുതലാളി ഇറങ്ങിയാട്ടെ. എന്താണ് മിസ്റ്റർ ഹീറോ, പറഞ്ഞതുപോലെ തന്നെ വാക്ക് പാലിച്ചല്ലോ. പറഞ്ഞതുപോലെ തന്നെ പന്തയത്തിൽ വിജയിച്ചിരിക്കുന്നു. ഇനി ഈ നാട് നിങ്ങളുടെ സ്വന്തമാണ്. ഞാനും ഇപ്പൊ നിങ്ങളുടെ നാട്ടുകാരാണെന്ന് പറയാൻ അഭിമാനിക്കുന്നു. മുതലാളി, ഇതല്ലേ നിങ്ങൾ ആഗ്രഹിച്ചത്? പിന്നെന്തിനെങ്ങനെ കരയുന്നേ? ഞാൻ കരഞ്ഞത് എന്റെ രണ്ട് മക്കളും ഒന്നായിട്ട് നിൽക്കുന്നത് കണ്ടിട്ട്. അതുകൊണ്ട് അപ്പൊ ഇത് ആനന്ദ കണ്ണീരാണല്ലേ? അതെ, അവർ രണ്ടുപേരും ചേട്ടനന്യന്മാരാണെന്ന് ആരും അറിയാൻ പാടില്ല. പ്രത്യേകിച്ചും അവർ രണ്ടുപേരും അറിയാൻ പാടില്ല. നിങ്ങൾ എനിക്ക് വാക്ക് തരണം. അതെ, എനിക്ക് അങ്ങോട്ട് ഒരുപാട് കടപ്പാടുണ്ട്. പക്ഷെ ഒരു കാര്യം, എന്റെ ജോത്സ്യം തെറ്റാറില്ല. ഞാൻ കുട്ടിയെ മാറ്റിയതാണ് സത്യം. സത്യം. എന്റെ മുത്തച്ഛൻ പറഞ്ഞ വാക്ക് എന്റെ അച്ഛൻ പാലിച്ചു. ഇപ്പൊ എന്റെ അച്ഛൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കുന്നു. എന്റെ പാവപ്പെട്ട മകളെ എല്ലാവരും ചേർന്ന് നാണം കെടുത്തിയല്ലോടാ. അച്ഛന്റെ പേരെന്താന്ന് അറിയാതെ വളരാൻ പോകുന്ന എന്റെ പേരക്കുട്ടി ഒരു അഭിമാനിയായി തറവാട്ടുകാരനായി ജീവിക്കട്ടെ. ഇതാണ് ഞാൻ നിനക്ക് തരുന്ന ശിക്ഷ. ഇനി നിങ്ങൾ വേറെ, ഞാൻ വേറെ എന്നില്ല. നമ്മൾ ഒന്നാണ്. Hey!